ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഗുരുചരണങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ 3 പതിറ്റാണ്ടിനപ്പുറത്തെ പരിശോഭയുമായി ഈ മണ്ണിനും ഈ പ്രദേശത്തിനുമാകെ ആത്മീയതയുടെയും ഭൗതികമായ വികാസത്തിൻ്റെയും പ്രഭാപൂരം പകർന്ന് നൽകിക്കൊണ്ട് സമാരംഭം കുറിച്ച പുതുപ്പള്ളി ശ്രീനാരായണ കൺവെൻഷൻ്റെ 32ാമത് ദളത്തിൻ്റെ പര്യവസാന പദത്തിലേക്ക് എത്തിയിരിക്കുന്ന ഇന്ന് ഈ യോഗത്തെ നയിക്കുന്ന ബഹുമാന്യനായിട്ടുള്ള ശാഖയുടെ പ്രസിഡന്റ് ശ്രീ KM ശശി അവറുകളെ, ശാഖയുടെ വൈസ് പ്രസിഡന്റ് PS രാജു അവറുകളെ, പ്രിയമുള്ള ശാഖയുടെ സെക്രട്ടറി ശ്രീ VM രമേശ് അവറുകൾ, ശാഖയുടെ ആദരണീയരായിട്ടുള്ള മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, വനിതാ സംഘത്തിൻ്റെയും യൂത്ത് മൂവ്മെൻറ്റിൻ്റെയും പ്രവർത്തകർ, കുടുംബ യോഗത്തിൻ്റെ സാരഥികൾ, മൈക്രോ യൂണിറ്റിൻ്റെ സാരഥികൾ, ബാലജന യോഗത്തിൻ്റെ പ്രവർത്തകരുൾപ്പെടെ ആബാലവൃദ്ധം വരുന്ന സജ്ജനങ്ങളെ, എൻ്റെ ആത്മസ്നേഹിതൻ അനീഷാനന്ദ്, മറ്റ് ബഹുമാന്യരായിട്ടുള്ളവർ എല്ലാവർക്കും ആദരവോടെ നമസ്തേ. ഏതാണ്ട് 3 പതിറ്റാണ്ടിന് അടുത്തുള്ള ബന്ധം പുതുപ്പള്ളിയിലെ ഈ ശ്രീനാരായണ കൺവെൻഷനുമായി ഈ ഉള്ളവനുണ്ട്. ഇന്നലകളിലൂടെ ഈ മണ്ണിലേക്ക് നിരവധി തവണ വരാനുള്ള സൗഭാഗ്യമുണ്ടാവുകയും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുവാനും കഴിഞ്ഞ ഓർമ്മകൾ ഒരുപാട് സന്തോഷം പകരുന്നതാണ്. സത്യത്തിൽ കേരളത്തിലെ ആകമാനമെടുത്ത് പരിശോധിച്ചാലും SNDP യോഗത്തിൻ്റെ ശ്രീനാരായണ കൺവെൻഷനുകളുടെ ഏറ്റവും മുഖ്യമായ ഒരു സ്ഥാനമുള്ള ശ്രീനാരായണ കൺവെൻഷനാണ് പാരമ്പര്യം കൊണ്ടും തുടർച്ചയായ പ്രവർത്തനം കൊണ്ടും പുതുപ്പള്ളിയിലെ ശ്രീനാരായണ കൺവെൻഷൻ ഉള്ളത്. അത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. അത് അനവരതം തുടർന്നു പോകുന്നതിന് സംഘാടകർ കാണിക്കുന്ന ഈ വലിയ പരിശ്രമത്തിന് ആദ്യമേ തന്നെ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ കൺവെൻഷൻ തുടങ്ങിയത് തന്നെ നമ്മുടെ ഗുരുപദത്തിൻ്റെ അനീഷാനന്ദിനെ ആദരിച്ചുകൊണ്ടാണ്. സത്യത്തിൽ അത് വ്യത്യസ്തമായൊരു കാര്യമാണ്. കാരണം ഞാൻ ഈ കഴിഞ്ഞയിടയിൽ ഛത്തീസ്ഗഡിൽ പ്രസംഗിക്കാൻ പോയി. ആ ഛത്തീസ്ഗഡിൽ പ്രസംഗിക്കാൻ പോയപ്പോൾ ഞാൻ അവിടെ ചെന്ന് ഇറങ്ങിയപ്പോൾ പലർക്കും എന്നെ അറിവില്ലാത്തവരുണ്ട്. പക്ഷേ ചെന്നപ്പോൾ പറഞ്ഞു, ഇതാ ഗുരുപദൻ TV-യിലുള്ള ആളല്ലേ എന്നാണ് ചോദിച്ചത്. ഞാൻ അധികം പ്രസംഗമൊന്നും ഗുരുപദത്തിൽ നടത്തിയിട്ടില്ല. പക്ഷേ ഒരുപാട് സഞ്ചരിക്കുമ്പോൾ പല ഗ്രാമങ്ങളിലും പ്രദേശങ്ങളിലും കേരളത്തിനകത്തും പുറത്തുമൊക്കെ വെച്ച് ഈ ഉള്ളവൻ അറിയപ്പെടുന്നത് ഗുരുപദം TV-യിൽ വരുന്ന ആളെന്ന നിലയിൽ വളരെ തുലവും തുച്ഛമായി ആ TV-യുടെ തുടക്കത്തിൽ ആദ്യം ഒരാശംസ അവതരിപ്പിക്കാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അതിൽ വരുന്നു എന്ന് കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്. അങ്ങനെയുള്ള ഒരാൾ, അദ്ദേഹം സ്ക്രീനിന് പുറത്തുള്ള ആളാണ്, അണിയറയിലുള്ള ആളാണ്. ആ അണിയറക്കാരന് ആ ഗുരുപദം ചാനലിന് ഒരുപാട് ലോകമെമ്പാടുമുള്ള ശ്രീനാരായണ ഭക്തസുമനസ്സുകളിലേക്ക് ശ്രീനാരായണ ദർശനം വാരി വിതറുന്നതിൽ ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പല ആളുകളും പറയാറുണ്ട്, രാവിലെ ഓഫീസിലേക്ക് ഇറങ്ങുമ്പോൾ 2 മണിക്കൂർ 3 മണിക്കൂർ യാത്രയുള്ളവർ ഗുരുപദത്തിൻ്റെ ഒരു പ്രഭാഷണം ഓൺ ചെയ്തുകൊണ്ടാണ് ആരംഭിക്കുന്നത്. ഓഫീസിൽ ചെല്ലുമ്പോൾ തീരും, 1-2 പ്രഭാഷണങ്ങളൊക്കെ തീരും എല്ലാ ദിവസവും. ഓർക്കുക, അങ്ങനെ ശ്രീനാരായണ ദർശനത്തിന് ആ ചാനൽ നൽകുന്ന പങ്ക് വളരെ വലുതാണ്. അപ്പോൾ അദ്ദേഹത്തെ ആദരിക്കുവാൻ വേണ്ടിയിട്ട് സംഘാടക സമിതി കാണിച്ച ആ വലിയ നന്മയെ ഞാൻ ഈ അവസരത്തിൽ വളരെ ആത്മാർത്ഥമായി സ്തുതിക്കുകയാണ്. ഇത്തരമുള്ള ചേർത്തുപിടിക്കലാണ് ശ്രീനാരായണ ദർശനം നമുക്കെല്ലാവർക്കും പകർന്നു നൽകുന്നത്. അതുകൊണ്ടാണ് റോമിലെ മാർപ്പാപ്പ തിരുമേനി പറഞ്ഞത്, ലോകമൊരു കുടുംബമാണ്, ആ കുടുംബത്തിൻ്റെ നാഥനായി ഇതാ മഹാഗുരു മാറിയിരിക്കുന്നു. നാം 100 വർഷങ്ങൾക്ക് ശേഷം പ്രവർത്തിച്ചു തുടങ്ങുമെന്ന് ശ്രീനാരായണ ഗുരുദേവൻ പറയുമ്പോൾ ആ ഗുരു ഇതാ ലോകമെമ്പാടും പ്രസരിച്ചു നിൽക്കുന്ന 2024 അന്ത്യയാമത്തിലാണ് നമ്മളിരിക്കുന്നത്. റോമിൽ പോയ ഒരാളുടെ ചേടുത്തി കൂടി ഇരിപ്പുണ്ട്. ആ വലിയ മാറ്റം നമ്മൾ ഓർക്കുക, ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെടുകയാണ്. ദൈവദശകത്തിൻ്റെ ഈരടികൾ
ഇറ്റാലിയൻ ഭാഷയിൽ ചൊല്ലിയത് കേൾക്കാൻ വലിയ സൗന്ദര്യം കണ്ടില്ല. പക്ഷേ അതിൻ്റെ ഉള്ളിലെ അന്തർഗതം എത്രയോ സൗന്ദര്യാത്മകത സൃഷ്ടിക്കപ്പെടുന്നതാണ്. ഇവിടെ വലിയ സന്തോഷം തോന്നിയത് നമ്മുടെ ബാലയനിയോഗത്തിൻ്റെ കുട്ടികൾ, ഒരാളെ ഇപ്പോൾ കല്യാണം കഴിപ്പിച്ച് വിടാൻ പോവാന്നാണ് പറഞ്ഞത്. ബാലയനിയോഗത്തിൻ്റെ കുട്ടികൾ ഇരുന്നു കൊണ്ട് ഭദ്രകാളിയാഷ്ടകം ചൊല്ലുക. ആ ഭദ്രകാളിയാഷ്ടകം ചൊല്ലിയ ആ നിറവിൻ്റെ ഒരു ചാരുതയിൽ കൂടിയാണ് ഞാൻ പ്രസംഗിക്കാൻ കയറിയിട്ടുള്ളത്. ശ്രീദേവി മനപായിനീം ഗതിമയൻ സ്വയം സുഖീ വർത്തതെ, ഗ്യാരണ്ടിയാ അല്ലേ? ഡോക്ടർ കുടിച്ചു തരിക, പനിയുള്ള സമയമാണ്, കൃത്യമായിട്ട് ഇന്ന ഡോസിൽ ഈ മരുന്ന് കഴിച്ചാൽ നിശ്ചയമായും രോഗം മാറും, ഡോസ് മുടക്കരുതെന്ന് പറയുന്നത് പോലെ ഇതാ എന്നെയും നിങ്ങളെയും ലോകത്തിൻ്റെ കൽപ്പാന്തകാലത്തോളമുള്ള ചിന്തയിലേക്ക് പ്രസരിക്കുവാൻ കഴിയുന്ന ആത്മദർശനം പകർന്നു നൽകിയ ശ്രീനാരായണ ഗുരുദേവൻ നമ്മളോട് പറയുന്നു, എന്താ ഭദ്രകാളിയെ ഉപാസിച്ചാൽ എന്തുണ്ടാവും? ശ്രീ ശിവകീർത്തി സമ്പദമലം സംപ്രാപ്യ സമ്പന്മയി. ഉറപ്പാണ്. എന്താ? പ്രാതപ്പക്കയ പഠൻ. ഇത് പ്രാതകാലത്ത് പഠിച്ചാൽ, സമർപ്പണം ചെയ്തുകൊണ്ട് സമർപ്പിച്ചാൽ ഉറപ്പാണ്, നിശ്ചയമാണ്, സുനിശ്ചിതമാണ് വിജയമെന്ന് പഠിപ്പിക്കുമ്പോൾ ആ ഗുരുവിനെ ഉൾക്കൊള്ളാൻ കഴിയേണ്ടതായിട്ടുണ്ട്. സത്യത്തിൽ ഇന്ന് അനിവാര്യമായിരിക്കുന്നത് ആ ഉൾക്കൊള്ളലാണ്. ഇവിടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞതിൽ നിന്ന് ഞാൻ തുടങ്ങുക. അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ അദ്ദേഹത്തിനുണ്ടായ ചില അനുഭവങ്ങൾ പറഞ്ഞു. എനിക്ക് ഈ അടുത്ത ദിവസം ഉണ്ടായൊരു അനുഭവമുണ്ട്. ഞാനൊരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ മൃതശരീരം ഇങ്ങനെ കിടക്കുക. മൃതശരീരത്തെ നമ്മൾ നോക്കുമ്പോൾ നേരെ മുകളിലൊരു കുപ്പി ഇരിക്കുക, നമ്മുടെ കട്ടൻ കാപ്പിയുടെ നിറമുള്ള കുപ്പിയാണ്. അപ്പോൾ അത് സാന്ദർഭവശാൽ കണ്ടു. അന്ന് പെട്ടെന്ന് പോരേണ്ടത് കൊണ്ട് പിറ്റേന്ന് വീണ്ടും ആ വീട്ടിലേക്കൊന്ന് ചെല്ലേണ്ടി വന്നപ്പോൾ വൈകിട്ടാണ് ചെല്ലുന്നത്. വൈകിട്ട് ചെന്നപ്പോൾ മരണവീട്ടിൽ പിറ്റേ ദിവസം വലിയ ജനാവരം, ചെറുപ്പക്കാരുടെ ഗംഭീരമായ ഒരു നിര അവിടെ നിൽക്കുന്നു. ആ ചെറുപ്പക്കാരുടെ ഗംഭീര നിലനിൽക്കുമ്പോൾ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഈ മരിച്ച ആളുടെ മകൻ വിദേശത്തുനിന്ന് വന്നതാണ്. അദ്ദേഹം വിദേശത്ത് വന്നിരിക്കുന്നു, എന്നെ പരിചയപ്പെടുത്തി, ഇന്ന ആളാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് പരിചയപ്പെടുത്തി. എൻ്റെ കൂടെ 2-3 ആളുകളുമുണ്ട്. അപ്പോൾ ആ ഇരിക്കാൻ പറഞ്ഞിരുന്ന് ഞങ്ങളുടെ എല്ലാം മുമ്പിൽ കൊണ്ട് ഓരോ ഗ്ലാസും വെച്ചു. ആ മേളിൽ ഇന്നലെ കണ്ട കട്ടൻ ചായയും കൊണ്ട് വെച്ചിട്ടുണ്ട്. ഉടനെ ഒരാൾ പറഞ്ഞു, പുള്ളി SNDPയുടെ ആണോ? ഉടനെ പുള്ളി വലിയ ഗൗരവത്തിൽ അകത്തേക്ക് പോകുന്നുണ്ട്. നോക്കിയപ്പോൾ ഈ കട്ടൻ ചായയുടെ നിറമൊന്നുമില്ലാത്ത വെള്ളത്തിൻ്റെ നിറമുള്ള സാധനം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതാകുമ്പോൾ മണമില്ല എന്ന് പറഞ്ഞു. വളരെ ഇതെന്ത് തെറ്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ എന്നെയും പിടിച്ചിരുത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് മറ്റുള്ളവർ പറഞ്ഞത് പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അത്ഭുതകരമായി അവിടുന്ന് രക്ഷപ്പെട്ടു. ഇന്ന് അങ്ങനെയൊക്കെ രക്ഷപ്പെടുക എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. ഞാൻ സൂചിപ്പിച്ചു വരുന്നു. അപ്പോൾ പുറത്ത് ചർച്ച നടക്കുക. അവിടെ സ്ത്രീ പുരുഷന്മാരെല്ലാം ഉണ്ട്. ആ ചർച്ച എന്തായിരുന്നു അറിയാമോ? ഇന്നലെ വൈകിട്ട് മൃതശരീരം അവിടെ കിടന്നപ്പോൾ മുകളിൽ ആ സാധനം ഇരുന്നില്ലേ, അത് മോശമായിപ്പോയി, അത് മാറ്റേണ്ടതായിരുന്നു. ഉടനെ അവിടുത്തെ സ്ത്രീജനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യം, അതിനെന്താ കുഴപ്പം? ഇപ്പം ഇതൊക്കെ ഉപയോഗിക്കാത്തത് ആരുണ്ട് ഈ നാട്ടിൽ? അതിലെന്താ തെറ്റ്? അവസാനം അതിൻ്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് അവിടെ വെച്ചത് ശരിയായിരുന്നു എന്നുള്ളതാണ്. ഞാനത് കഴിഞ്ഞിട്ട് അതിൻ്റെ വിവിധ ചടങ്ങുകളെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവസാന ദിവസം ഏതാണ്ട് 1000 പേർക്കാണ് സദ്യ കൊടുത്തത്. ഗുരുദേവൻ പറഞ്ഞത് 10-11 അവസാനിപ്പിക്കാനാണ്. പക്ഷേ 15-16 അവസാനിപ്പിക്കുകയുള്ളൂ. ആ 15-നും 16-നും ചെയ്തത് 1000ങ്ങൾക്ക് സദ്യ കൊടുത്തുകൊണ്ട് അവസാനിക്കുക. നിറഞ്ഞ ജനാരവും പുരുഷാരവും നിറഞ്ഞു നിൽക്കുകയാണ്. അവിടെ നിന്നുകൊണ്ട് വേണം നാം ശ്രീനാരായണ ഗുരുദേവൻ്റെ സത്യദർശനത്തെക്കുറിച്ച് ഇന്ന് സംസാരിക്കേണ്ടതായിട്ടുള്ളത്. നാം എവിടെ നിൽക്കുന്നു? ഈ ദർശനത്തെ കരണീയമായ ഉപകരണമായി നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുമ്പോൾ നാം എത്രമാത്രം ഗുരുവിലേക്ക് അടുക്കാൻ ഇത്തരമുള്ള കൂട്ടായ്മകളിലൂടെ സാധിക്കുന്നുണ്ടോ എന്നുള്ള ഗൗരവമായ ചിന്തനം നമ്മുടെ ഹൃദയത്തിൽ ഊതിക്കായിച്ചുകൊണ്ട് അത് കുടുംബങ്ങളിൽ സ്നേഹാഗ്നിയായി പകർന്നു നൽകിക്കൊണ്ട് സമൂഹത്തിന് സ്നേഹത്തിൻ്റെ നിളവിലക്കിൻ്റെ ജ്വാലയായി തെളിയിക്കുവാൻ കഴിയുമ്പോഴാണ് 32ാമത് കൺവെൻഷൻ പര്യവസാനിച്ച് ഭക്ഷണവുമൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ ഹൃദയം നിറയുന്നവരായി ഞാനും നിങ്ങളുമൊക്കെ മാറുക. ആ ഹൃദയം നിറയുന്നവരായി കടന്നു പോകുവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ ദിവ്യമായ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് നിരന്തരമായി നമുക്ക് ഗുരുദേവന് മുമ്പിലേക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നമുക്കറിയാം, നിരവധിയായിട്ടുള്ള പ്രഭാഷകരുൾപ്പെടെ ശ്രീനാരായണ ഗുരുദേവനെ സമൂഹത്തിന് മുമ്പിലേക്ക്
യൂട്യൂബ് ചാനലുകളിലൂടെയൊക്കെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അവിടെ നമ്മുടെ വലിയ യുവാക്കൾ എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ ശ്രീനാരായണ ഗുരുദേവനെ ഇപ്പോൾ പഠിക്കുന്നത് മുഴുവൻ ഈ യൂട്യൂബ് ചാനലിലൂടെയാണ്. പക്ഷേ അവർ പഠിപ്പിക്കുന്ന ഗുരു എന്ന് പറയുന്നത് നിരീശ്വരവാദിയാണ്. അവർ പഠിപ്പിക്കുന്ന ശ്രീനാരായണ ഗുരുദേവൻ എന്ന് പറയുന്നത് ആത്യന്തികമായിട്ടൊരു സാമൂഹ്യ പരിഷ്കർത്താവ് മാത്രമാണ്. അതിനപ്പുറത്തിൽ നിന്നുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവനെ വിശകലനം ചെയ്യാൻ പാടില്ല എന്ന് തന്നെ മധുരമിഠായി കണക്കെ വളരെ മധുരമാണ് അവരുടെ വാക്കുകൾക്ക്. മധുര സൗന്ദര്യമുണ്ട്, കാവ്യാത്മകതയുണ്ട്, സുന്ദരമുണ്ട്. പക്ഷേ ആത്യന്തികമായിട്ട് ചിന്തിക്കുമ്പോൾ ഈ പുതുപ്പള്ളിയിലെ ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിലേക്ക് നിങ്ങൾ വരാൻ പാടില്ല, ഗുരുവിനെ അങ്ങനെ അറിയേണ്ടതല്ല എന്നുള്ള ഒരു വലിയ ബൗദ്ധികമായ തിരുത്തലുകളിലേക്കാണ് ഇത്തരമുള്ള വലിയ ഭൗതിക ചിന്തകന്മാരായി ശ്രീനാരായണ ഗുരുദേവനിലേക്ക് മധുരമിഠായിയുടെ സൗന്ദര്യത്തോടു കൂടിയിട്ട് ആകർഷണീയമായി ഗുരുദേവനെ അവതരിപ്പിക്കുന്ന ഒരു വലിയ വിഭാഗം നമ്മുടെ പ്രഭാഷകർ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും കാലികമായി നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഈ നിലകളിൽ നിന്നുകൊണ്ട് വേണം ശ്രീനാരായണ ഗുരുദേവനെ ലോകത്ത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തേണ്ടത്. ഇവിടെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഭദ്രകാളി അഷ്ടകം ചൊല്ലിയപ്പോൾ എല്ലാവരും കുനിഞ്ഞിരിക്കുക. കാര്യം എന്താ? മക്കൾ പുസ്തകത്തിൽ നോക്കിയിട്ടാണ് ചെല്ലുന്നത്. ചൊല്ലിയ ഓരോ നിമിഷവും സുന്ദരമായിരുന്നു. പക്ഷേ കുനിഞ്ഞിരിക്കുക, അവർ കുനിഞ്ഞിരുന്നത് അവരുടെ ഒന്നും കുഴപ്പം കണ്ടല്ല, ഇന്ന് സമൂഹത്തിലെ മക്കളുടെ അവസ്ഥയാണ്. അത് സൂചിപ്പിക്കുവാൻ ഗുരുദേവൻ നമ്മളെ കാണിച്ചു തന്നതുപോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം എന്താ? ഒരു പ്രധാനപ്പെട്ട ബാലജന സഖ്യമെന്ന് പറയുന്ന സംഘടനയുടെ 2024 സന്ദേശം എന്താണെന്നറിയാമോ? ഈ രാജ്യത്തെ കുട്ടികളോടാണ്, ബാല്യകൗമാര യൗവനങ്ങളോടാണ് മുഖമുയർത്തു ലോകത്തെ കാണുന്ന. കാരണം കുനിഞ്ഞിരുന്ന് കുത്തുന്നവരായി സാങ്കേതികവിദ്യയുടെ പുതിയ വശങ്ങളിലേക്ക് നമ്മുടെ ഒരു സമൂഹം ഇന്ന് മാറിയിരിക്കുക. കഴിഞ്ഞ ദിവസം ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ 12ഓളം കുട്ടികൾ വീട്ടിലിരിപ്പുണ്ട്. പക്ഷേ കഠിനമായ നിശബ്ദതയാണ്. ആ 12 ആളുകളും ശോഭയുടെ വിവിധ പ്രദേശങ്ങളിൽ ഇരുന്നു കൊണ്ട് കുനിഞ്ഞിരുന്ന് കുത്തുക. ഞാൻ ചെന്ന് തടസ്സപ്പെടുത്തിയോ പറഞ്ഞു മിണ്ടരുതെന്ന് പറഞ്ഞു. കാര്യം എന്താ? ഗെയിം കളിക്കുക. അവർ കളിക്കുന്നത് ചെസ്സിൻ്റെ ഫിഡെ ചാമ്പ്യനാകുവാനുള്ള ഗുകേഷിൻ്റെ കളിയല്ല, അദ്ദേഹവും കുനിഞ്ഞായിരിക്കുന്നത്. പക്ഷേ അവർ കളിച്ചുകൊണ്ടിരിക്കുന്ന ഗെയിം എന്ന് പറയുന്നത് അപ്പുറത്തും ഇപ്പുറത്തും തമ്മിൽ മൊബൈലിലൂടെ കളിക്കുക. വിദേശത്തും ഉണ്ടെന്ന് പറഞ്ഞു, വിദേശത്തുള്ളവരും ഉണ്ട് ഇന്ന് കളിക്കുന്ന ഒരു പുതിയ കളി കാണുക. നാഗമ്പുരം ക്ഷേത്രത്തിലെ തേന്മാവിന് മുമ്പിലേക്ക് UK നിന്ന് വന്ന 7ാം ക്ലാസ്സിൽ 7 വയസ്സോ മറ്റോ ഉള്ള 2 കുട്ടികൾ നിൽക്കുമ്പോൾ ഞങ്ങളെല്ലാം പറഞ്ഞു, ആണ്ട് തുമ്പി വരുന്നു, എത്ര മനോഹരമായ കാഴ്ച, തുമ്പികൾ ഇങ്ങനെ പറന്നു നടക്കുന്നു. ഈ പാവപ്പെട്ട 2 മക്കളുടെയും ദേഹത്തേക്ക് തുമ്പികൾ ഇങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു എത്ര ഭാഗ്യവാരവർ. കാരണം എന്താ? തുമ്പികൾ അവരുടെ അടുത്തേക്ക് വരുന്നു. തുമ്പി വന്ന് ദേഹത്ത് തട്ടി എന്നുള്ളൊരൊറ്റ കാരണത്താൽ ഈ 2 കുട്ടികളും വികാരഭരിതമായി കരഞ്ഞുകൊണ്ട് ഓടി കാറി കരഞ്ഞിട്ടുണ്ട് നമുക്ക് അമ്പലത്തിൽ നിന്ന് പോകാമെന്ന് പറഞ്ഞു. കാരണം അവർ തുമ്പിയെ കണ്ടിട്ടില്ല. കാരണം പോയ കാലത്തിൻ്റെ വസന്തങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയി. ഇന്ന് പോയ കാലത്തിൻ്റെ കൊതിയൂറുന്ന സ്മരണകളെല്ലാം മാറിയിട്ട് പുതിയൊരു ലോകം നമുക്ക് ഈ സാങ്കേതിക വിദ്യ പ്രോജ്വലിപ്പിച്ച് നിൽക്കുമ്പോഴാണ് ശാസ്ത്രയുഗത്തിൻ്റെ പ്രവാചകനായ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഗുരു ആരാ? ഇപ്പോൾ ഇത്തിരി മുമ്പേ മഴയായിരുന്നു, ഇന്നലെ ഇവിടെ മഴയായിരുന്നു എന്നാണ് പറഞ്ഞത്. ഈ പ്രകൃതിയെ പോലും നിയന്ത്രിക്കുവാൻ കഴിയുന്ന ദിവ്യ ചൈതന്യത്തിൻ്റെ പ്രവാചകനായ ശ്രീനാരായണ ഗുരുദേവനെ ഹൃദയത്തിൽ മതിക്കുന്ന കുടുംബങ്ങൾ ഇന്ന് അനിവാര്യമാണ്. കാരണം എന്താ? വാക്കുകൾക്കപ്പുറത്ത് കരണീയമായ ഗുരുദേവൻ്റെ സത്യദർശനത്തെ ജീവിതത്തിൻ്റെ അണുവിലും പ്രാവർത്തികമാക്കുന്ന ഒരു തലമുറ ഉണ്ടാവണം. ഞാനൊരു പ്രത്യേക ആചാര്യൻ്റെ, ശ്രീനാരായണ ഗുരുദേവൻ്റെ ശിഷ്യനായ ആചാര്യനാൽ സ്ഥാപിതമായിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ മീറ്റിങ്ങിൽ പോയി. 100-200 ആളുകൾ ഇരിപ്പുണ്ട്. അതിൽ 350 ആളുകളും പുരുഷന്മാരാണ്. അവരുടെ അടിസ്ഥാന പ്രമാണം ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നുള്ളതാണ്. മദ്യം ഉപേക്ഷിക്കണമെന്നുള്ളതാണ് 5 പ്രമാണങ്ങളിൽ പ്രധാനമായിട്ടുള്ളത്. ഞാൻ നോക്കുമ്പോൾ അതിനെ നയിക്കുന്നവനെ 20-30 വർഷങ്ങൾക്ക് മുമ്പ് മുതൽ എനിക്കറിയാം. അദ്ദേഹത്തിന് ഭവനവേദനത്തിന് അകത്തു പോയിട്ടുള്ള ആളാണ് എന്ന് മാത്രമല്ല, നിരവധിയായ കേസുകൾ, മദ്യപിച്ച് മതോന്മത്തനായി ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിരുന്ന ആൾ. അദ്ദേഹമാണ് എന്നെ ക്ഷണിച്ചുകൊണ്ട് പോയത്. ഒരു തമാശയ്ക്ക് പോയതാണ്. പക്ഷേ അവിടെ ചെന്നപ്പോൾ മനസ്സിലായി, ഈ പറഞ്ഞയാൾ സ്വാഗതം പറയുന്ന ഭാഷ കേട്ടപ്പോൾ അദ്ദേഹത്തിന് ദർശനം ജീവിതത്തിലേക്ക് വരുത്തിയപ്പോൾ ഉണ്ടായ മാറ്റം കണ്ടു. വലിയ മാറ്റം.
ചിന്തിക്കാൻ കഴിയാത്ത മാറ്റം ഉറപ്പിച്ചെന്നോട് പറഞ്ഞു, ഈ ഇരിക്കുന്ന 100-200 ആളുകളിൽ ഒരാൾ പോലും മദ്യപിക്കില്ല, ഞങ്ങൾ ഉറപ്പിച്ച് പറയാമെന്ന് പറഞ്ഞു. അത്ഭുതം കൂറി. ഈ ഗുരുവിനെ ഉപാസിച്ച് ആ ഗുരുവിൻ്റെ ദർശനം പ്രാവർത്തികമാക്കിയാൽ ഇങ്ങനെ വളരുന്ന സമൂഹം ഈ രാജ്യത്ത് സൃഷ്ടിക്കപ്പെടുമെന്നുള്ളതിൻ്റെ ഉദാഹരണമായി ഈ പ്രദേശത്താകെ ആ സത്യദർശനം നിറഞ്ഞു നിൽപ്പുണ്ട്. എത്ര കരണീയമാണ് ഞാനും നിങ്ങളും ഇന്ന് നടക്കുന്നത്. അല്പമെങ്കിലും അതിൻ്റെ പ്രഭാങ്കുരം ഏറ്റുവാങ്ങിക്കൊണ്ട് ആ വഴിയിലാണോ എന്ന് വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്നുള്ള കാര്യത്തിലും സംശയമൊന്നുമില്ല. അവിടെ നമുക്ക് ആരാവണം ഗുരുവെന്ന് പറയുന്നത്? നമുക്കറിയാം, നമുക്ക് ഗുരുവിനെ ഈ ശരീരത്തിനപ്പുറത്തുള്ള ഉപാധിയായിട്ടൊക്കെ നമുക്ക് കാണാം. അതിന് പിന്നെ ആവട്ടെ, കാരണം ഗുരു എന്നെ പഠിപ്പിച്ചത് എന്താണ്? ഗുരു നമ്മളെ പഠിപ്പിച്ചത് എന്താണ്? ദീനം പിടിച്ചും മധുര കുടിച്ചും കിടന്നിരുന്ന ഒരു സമൂഹത്തെ പിന്നെയാട്ടെ, തൻ്റെ അദ്വൈത സാക്ഷാത്കാരത്തിൻ്റെ തലമൊക്കെ പിന്നെയാവട്ടെ എന്ന് പറഞ്ഞിട്ട് മധുരമനോജ്ഞമായിട്ടുള്ള സ്വപ്നങ്ങളിലേക്ക് വളർത്തണം. കാരണം എന്താ? നിനക്ക് വിദ്യ ഉണ്ടാവണം, നിനക്ക് ശുചിത്വം ഉണ്ടാവണം, നിനക്ക് ഈശ്വരഭക്തി ഉണ്ടാവണം. അപ്പോഴാണ് കൂട്ടായ്മയുടെ വസന്തം സൃഷ്ടിക്കുന്ന സംഘബോധത്തെക്കുറിച്ച് നിനക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. അതുണ്ടാകുമ്പോൾ എന്തുണ്ടാവും? കൃഷിയുണ്ടാവും, കച്ചവടമുണ്ടാവും, കൈത്തൊഴിലുണ്ടാവും, ശാസ്ത്ര സാങ്കേതിക ഉണ്ടാകുമെന്നുള്ള പഠിപ്പിക്കലിൻ്റെ പൂർണ്ണബോധം 1928 ജനുവരി മാസം 16-ാം തീയതി നാഗമ്പടത്തെ തേന്മാവിൻ്റെ ചുവട്ടിലിരുന്നു കൊണ്ട് ലോകത്തിൻ്റെ പുണ്യമായി അവതരിപ്പിച്ച ആ മഹനീയമായ ലോകത്ത് സമാനതകളില്ലാത്ത തീർത്ഥാടനമുണ്ടല്ലോ, അറിവിൻ്റെ തീർത്ഥാടനം. ആ അറിവിൻ്റെ തീർത്ഥാടനത്തെ പരിരംഭണം ചെയ്യുന്നവരായി എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് മാറേണ്ടതായിട്ടുണ്ട്, നമ്മുടെ ജീവിതങ്ങളെ മാറ്റേണ്ടതായിട്ടുണ്ട്. ഇല്ലെങ്കിൽ വലിയ അപകടത്തിലേക്കായിരിക്കും നമ്മളെല്ലാം പോവുക എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം എന്താ? ലഹരിയിൽ കുടുങ്ങിയ ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുക. നമ്മുടെ മക്കൾ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോവുക. PGയും പോസ്റ്റ് ഗ്രാജുവേഷനും കഴിഞ്ഞിട്ടും വലിയ വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ജീവിതത്തിൻ്റെ ആകെ തുക എടുത്തു നോക്കുമ്പോൾ ആ തുകയിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയല്ലോ എന്ന് പറയുന്ന ഒരുപാട് ജീവിതങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുക. ഒരു ഡോക്ടറുടെയും ഒരു എഞ്ചിനീയറുടെയും അച്ഛനും അമ്മയും കഴിഞ്ഞ ദിവസം ഒരു സംവാദത്തിൽ പങ്കെടുത്തുകൊണ്ട് പറയുക, ഞങ്ങൾ എന്ത് നേടി? ഞങ്ങൾ വലിയ ഉദ്യോഗത്തിലിരുന്ന് പിരിഞ്ഞവരാ, പക്ഷേ ഞങ്ങൾ എന്ത് നേടി? ഈ മക്കളുടെ ഞങ്ങളുടെ നല്ല മക്കളുണ്ടായി, അവരുടെ കുഞ്ഞുങ്ങളെ നോക്കാൻ വിധിക്കപ്പെട്ടവരായി ഫ്ലാറ്റിലെ മുറിയിൽ ഒതുങ്ങിപ്പെടാനുള്ളതായി പോയല്ലോ. ഈ 70-ലും 75-ലും ഞങ്ങളുടെ ജീവിതങ്ങൾ, ഇതിനപ്പുറത്തേക്ക് ഞങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന രീതിയിലേക്ക് പണത്തിൻ്റെ ആധിപത്യം മാറിയിരിക്കുക. നമ്മൾ ഭാഗ്യവാനാകാൻ ശ്രമിക്കുക. കഴിഞ്ഞ ദിവസവും 12 കോടിയുടെ ലോട്ടറി എടുത്തിട്ടിരിക്കുക. ഇന്നിരിക്കുന്ന നിങ്ങളുമൊക്കെ ഭാഗ്യവാന്മാരാകാൻ ഇരിക്കുക. കാരണം എന്താ? മാട്രിമോണിയലിലൂടെ ഓമനക്കുട്ടൻ നിങ്ങൾക്കൊരു ഓമനത്വമുള്ള 3 സമ്മാനങ്ങൾ ഇത് കഴിഞ്ഞ് തരാനിരിക്കുക. ഇന്ന് നറുക്കെടുപ്പുണ്ട്. നിങ്ങളെ ഇപ്പോൾ ഓർമ്മിപ്പിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. കാരണം എന്താ? ഭാഗ്യവാനാകാൻ കൂടിയിട്ട് നമ്മൾ ഇരിക്കുക അല്ലേ? മനോഹരമായ ഒരു ഗുരുദേവൻ്റെ ചിത്രവും ഗുരുദേവൻ്റെ കൃതികളെ പാക്കേജ്. എനിക്ക് ആ സമ്മാനങ്ങൾ ഇഷ്ടപ്പെട്ടു. കാരണം മിക്സിയും ഫ്രിഡ്ജും ഒന്നുമല്ല. ഒന്ന് ഗുരുദേവൻ്റെ ചിത്രമാണ്, ബാക്കി 2 ഗുരുദേവൻ്റെ കൃതികളാണ്. ഗുരുദേവൻ്റെ കൃതികളുടെ വോള്യം 2 വാള്യങ്ങളുമായിട്ട് 3 പേർക്ക് കിട്ടാൻ വരിക. എന്താ? നമ്മുടെ ഷോർട്ട് കേസിൽ താഴിട്ട് പൂട്ടി വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആ താഴിട്ട് പൂട്ടി വെക്കാൻ വേണ്ടിയിട്ട് ഗുരുദേവൻ്റെ കൃതികളുമൊക്കെ നമുക്ക് ലഭിക്കാൻ പോവുക. ഉത്തമമായ 3 സമ്മാനങ്ങളുണ്ട്. ഭാഗ്യവാന്മാരെന്ന് കുറച്ച് കഴിയുമ്പോൾ, നറുക്കിട്ട് കഴിയുമ്പോൾ നമ്മളവരെ വിളിക്കും. പക്ഷേ ശ്രീനാരായണ ഗുരുദേവൻ ആരെയാ ഭാഗ്യവാൻ എന്ന് വിളിച്ചത്? ശ്രീനാരായണ ഗുരുദേവൻ ഭാഗ്യവാൻ എന്ന് വിളിച്ചത് പരയുടെ പാല് നുകർന്നവനെയാണ്. പരയുടെ പാല് നുകർന്ന ഭാഗ്യവാന്മാർക്ക് ഒരു 10,000 ആണ്ടൊരൽപ്പനേരം അറിവ് അപരപ്രകൃതിക്ക് അധീനമായാൽ അരനൊടി 1000 ആണ്ട് പോലെ തോന്നുമെന്ന് ഗുരു നമ്മളെ പഠിപ്പിച്ചു. 1000 ആണ്ട് പോലെ അരനൊടിയും കാണുന്ന ഒരു ജീവിതക്രമത്തിലേക്ക് അറിഞ്ഞോ അറിയാതെയോ വലിയ വിവരമുള്ള, വലിയ വിദ്യാഭ്യാസമുള്ള, വലിയ സമ്പത്തുള്ള ഒരു ലോകത്ത് നാം ഇന്ന് ജീവിക്കുമ്പോൾ നാം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് കാലികമായിട്ടുള്ള യാഥാർത്ഥ്യം. അവിടെ ഗുരുദേവൻ പഠിപ്പിച്ച ഭാഗ്യവാന്മാരായി നമുക്ക് മാറേണ്ടതായിട്ടുണ്ട്. അതിനാണ് ഗുരുദേവൻ തൻ്റെ കരണീയമായ പ്രക്രിയകളെല്ലാം നമുക്ക് പകർന്നു നൽകിയത്. ഞാൻ ആദ്യമായിട്ട് എൻ്റെ 18-ാമത്തെ വയസ്സിൽ ഇവിടെ വന്ന് പ്രസംഗിക്കുന്നത് ശിവഗിരി തീർത്ഥാടനത്തെക്കുറിച്ചിട്ടാണ്. ആ
ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ പരിണംബനം നാം വേണ്ട പോലെ വാങ്ങിയിട്ടുണ്ടോ എന്ന് ഇന്നും എനിക്ക് സംശയമാണ്. കാരണം നമ്മൾ നടന്നു പോകുന്നവരാ. നടന്ന് ശിവഗിരിയിലേക്ക് പോകുന്ന ഒരു വിഭാഗം ആളുകളുടെ അതിൻ്റെ ഗ്രൂപ്പിൻ്റെ 2 നേതാക്കന്മാർ തമ്മിലുള്ള പ്രത്യേകത എന്താണെന്നറിയുമോ? നടന്നു പോകുന്ന അവിടെ മുതൽ ശിവഗിരി വരെ അവർ 2 മിണ്ടില്ല. 2 പേരും തമ്മിൽ വർഷങ്ങളായുള്ള കുടിപ്പകയാ, മിണ്ടില്ല. അവിടെ എവിടെയാണ് ആ മഞ്ഞയും ധരിച്ചുകൊണ്ട് പോകുമ്പോൾ അതിൻ്റെ പൂർണ്ണമായ അർത്ഥതലങ്ങളിലേക്ക് നമ്മൾ മാറുന്നത്? റൈറ്ററെ, വൈദ്യരെ, നാം പറഞ്ഞാൽ ശിവഗിരി ഒരു തീർത്ഥാടന കേന്ദ്രമാകുമോ? അതിനടുത്ത് വർക്കലയിലെ ജഗന്നാഥ ക്ഷേത്രമുണ്ടല്ലോ എന്ന് ശിവഗിരി തീർത്ഥാടനത്തെക്കുറിച്ചിട്ട് ശ്രീനാരായണ ഗുരുദേവൻ തിരിച്ചൊരു ചോദ്യം, ഒരു മറുചോദ്യം ചോദിക്കുന്നുണ്ട്. ആ മറുചോദ്യത്തിന് പറയുന്നത് എന്താ? തൃപ്പാദങ്ങളുടെ തിരുവാണി ഉണ്ടെങ്കിൽ 28 ലക്ഷം ആളുകളും, ഈ രാജ്യത്തെ പിന്നോക്കക്കാരായിട്ടുള്ള 28 ലക്ഷം ആളുകളും ശിവഗിരിയെ തീർത്ഥാടന കേന്ദ്രമാക്കുമെന്ന് ശ്രീനാരായണ ഗുരുദേവനോട് റൈറ്ററും വൈദ്യരും പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? വിശ്വാസമുണ്ടോ? നാം അനുവാദം നൽകിയിരിക്കുന്നുവെന്നാണ്. ആ ചോദ്യം ഇന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾക്ക് ആ വിശ്വാസമുണ്ടോ ഗുരുവിലെന്ന് ഈ രാജ്യത്ത് ഒരു തലമുറയെ നോക്കിയിട്ട് ചോദിക്കേണ്ട ഒരവസ്ഥ ഇന്നും ഈ രാജ്യത്ത് നിലനിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യമെന്ന് പറയുന്നത്. അങ്ങനെയാണ് മധുരമനോഹരമായ പരിപാവനമായ ആ തീർത്ഥാടനം ശ്രീനാരായണ ഗുരുദേവൻ എനിക്കും നിങ്ങൾക്കുമായിട്ട് കൽപ്പിച്ച് അനുവദിച്ചു നൽകിയത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്നലെ നാഗമ്പടത്ത് ശിവഗിരി തീർത്ഥാടനം ആരംഭിച്ചു എന്ന് പറയാം. കാരണം നാഗമ്പടത്തിൻ്റെ ആ തേന്മാവിലെ 3 പ്രാവശ്യം പ്രദർശനം ചെയ്ത് ഓം ശ്രീനാരായണ പരമഗുരുവേ നമഃ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആദ്യത്തെ തീർത്ഥാടന സംഘം ഇന്നലെ ശിവഗിരിയിലേക്ക് പോയി. പൂത്തോട്ടയിൽ നിന്നുമാണ് ആദ്യത്തെ ഇനി എല്ലാ ദിവസവും എന്ന പോലെ കടന്നു വന്ന് ആ തേന്മാവിനെ തൊഴുതുകൊണ്ട് പോവും. ആ തേന്മാവിൻ്റെ പുണ്യതയിലേക്ക് ഈ വർഷത്തിൽ ഒരിക്കലെങ്കിലും വരാൻ കഴിഞ്ഞ എത്ര കൈകളുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ ചോദിക്കില്ല. കാരണം പൊങ്ങുന്ന കൈകളുടെ എണ്ണം വളരെ കുറവാകുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ്. കാരണം നാം പോകുന്നതൊക്കെ മറ്റേതൊക്കെയോ തലത്തിലേക്കായി ഇന്നും നമ്മുടെ ആത്മീയതയും ഭക്തിയുമൊക്കെ മാറിയിരിക്കുക. ഗുരു നൽകിയ ആ സ്വതന്ത്രമായ ഭക്തിയും ആ മഹാഗുരു നൽകിയ സ്വതന്ത്രമായ ഈശ്വരാരാധന സങ്കല്പവും ഒന്നും ഇന്നും നമുക്ക് വേണ്ടിയിട്ട് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കുന്നില്ല. തത്വമസി എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ളതാ? തത്വമസിയും കഴിഞ്ഞിട്ട് പോയി തൊഴണമെങ്കിൽ ആ തൊഴുന്നതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആൾ ഇവിടെ പൂജിക്കുന്ന ശാന്തിക്കാരനാകാൻ പാടില്ല. ആ ശാന്തിക്കാരന് ചില ജാതികൾ വേണമെന്ന് തിട്ടൂരം ഈ രാജ്യത്ത് ഈ 2024 നിൽക്കുമ്പോൾ ഗുരു പ്രവർത്തിക്കേണ്ടിടത്ത് പ്രവർത്തിക്കാതെ പോകുന്നുണ്ടുവെങ്കിൽ അതിൻ്റെ കാരണം ശ്രീനാരായണ ദർശനമല്ല, ഞാനും നിങ്ങളുമാണ് എന്നുള്ള ആ വലിയ ചിന്ത നമ്മുടെ എല്ലാം ഹൃദയത്തിലുണ്ടാവേണ്ടതാണ്. അവിടെയാണ് ഇതാ ഏകം സത്ത് വിപ്ര ബഹുധാ വദന്തി. അല്ലയോ വിപ്ര, അല്ലയോ മനുഷ്യ, നീ മലതായിട്ട് കാണുന്നതെല്ലാം ഏകമായ ആത്മസത്ത തന്നെയാണ് എന്ന് ലോകത്തെ പഠിപ്പിച്ച സത്യദർശനമാണ് ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനമെന്ന് റോമിലിരുന്നു കൊണ്ട് മാർപ്പാപ്പ പറയുമ്പോൾ ലോകരാജ്യങ്ങൾ മുഴുവൻ ശ്രദ്ധിക്കുന്നു ഈ ഗുരുവിനെ. ആ ഗുരുവിനെ കരം ഗ്രഹിച്ചുകൊണ്ട് ആ ലോകത്തിനെ പരിരംഭണം ചെയ്യുന്ന ദർശനമായി ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനം മാറണമെങ്കിൽ അത് ഹൃദയത്തിൽ ഏറ്റുപാടുന്ന കുടുംബങ്ങളും ഭവനങ്ങളും എൻ്റെയും നിങ്ങളുടെയും മുമ്പിൽ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. അവിടെ ആ മാറ്റം ഉണ്ടാവുന്നത് ഞാൻ ഓർക്കുക. ഈ കഴിഞ്ഞ ദിവസമൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ നടന്ന ചർച്ച വെച്ചുകൊണ്ട് പറയുകയാണ്, ശ്രീനാരായണ ധർമ്മ സംഘം ട്രസ്റ്റിൻ്റെ സെക്രട്ടറി ആയിരുന്ന ഗീതാനന്ദ സ്വാമിജി കാശിയിൽ പോയിട്ട് ആ കാശിയിലെ വിവിധങ്ങളായിട്ടുള്ള മാർബിളിൽ തീർത്ത ഫലകങ്ങളൊക്കെ കണ്ടിട്ട് മടങ്ങി വന്നിട്ട് ഒരു ചോദ്യം സമൂഹത്തിന് മുമ്പിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എൻ്റെ ഗുരുവിൻ്റെ മഹത്തായ കൃതികളുണ്ടല്ലോ, ദർശനമാലയും ആത്മോപദേശവും അനുകമ്പാദശവും ഒക്കെ, ഇത് ശിവഗിരിക്കുന്നിൻ്റെ ഓരത്തെവിടെയെങ്കിലും മാർബിളിൽ തീർത്ത് എഴുതി വച്ചിരുന്നുവെങ്കിലും ഇതിലും വലിയ സർവമത സന്ദേശം, സമന്വയ സന്ദേശം എന്തുണ്ടാകുമായിരുന്നു? ഇതേതെങ്കിലും കാലത്ത് സംഭവിക്കുമോ എന്ന് കാശിയിൽ പോയിട്ട്, ഭാരതത്തിൻ്റെ ആത്മീയതയുടെ ഗിരിഗോപുരങ്ങളിൽ ഒന്നായ കാശിയിൽ പോയിട്ട് ആരാധ്യനായിട്ടുള്ള ഗീതാനന്ദ സ്വാമി ചോദിച്ചിട്ട് 1960കൾക്ക് ശേഷമായിരുന്നുവെങ്കിൽ ആ ചോദ്യം ഇന്ന് സമൂഹത്തിൻ്റെ അന്തരീക്ഷങ്ങളിൽ ആകെ മുഴങ്ങിക്കേൾക്കേണ്ട അഭിനവ സാഹചര്യത്തിൽ കൂടിയിട്ടാണ് ഞാനും നിങ്ങളുമൊക്കെ നിൽക്കുന്നത്. അവിടെ ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നതും, ഇന്ന് ഒരു ശ്രീനാരായണ ഗുരുദേവ ഭക്തരെ സംബന്ധിച്ചിടത്തോളം
ആ ഭക്തൻ്റെ പരമമായ പ്രാപ്യസ്ഥാനമെന്ന് പറയുന്നത് ശിവഗിരിക്കുന്ന. ആ ശിവഗിരിയിലേക്ക് നാം കടന്നു പോകുമ്പോൾ എന്താണ് ആ ശിവഗിരിക്കുന്നിൻ്റെ പരിപാവനത? ആ മഹത്തായ മഹാസന്നിധിയിൽ, ആ മഹാസമാധിയുടെ തീരത്തിൻ്റെ പരമമായ പ്രസക്തി എന്താണ് എന്നുള്ള ഒരു ചിന്ത, ആ ചർച്ചയാണ് ഈ സായം സന്ധ്യയിൽ എനിക്കും നിങ്ങൾക്കും നാളെയുടെ പ്രഭാകിരണമായി പകർന്നു നൽകുന്ന ഗുരുവിൻ്റെ ആത്മസത്തയെ ഉൾക്കൊണ്ടുകൊണ്ട് സംസാരിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ പരമപ്രധാനമായ സ്ഥാനമായ ശിവഗിരി, ആ ശിവഗിരിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ ഓർക്കുക, 2 പ്ലാവിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് 2 മഹത്തായ പ്രസ്ഥാനങ്ങൾ ശ്രീനാരായണ ഗുരുദേവൻ്റെ ഹൃദയഗീതമായി ലോകത്തിനു മുമ്പിലേക്ക് പ്രസരിച്ചു. അതിലൊന്നാണ് SNDP യോഗം, മറ്റൊന്നാണ് ശ്രീനാരായണ ധർമ്മസംഘം. ആ ശ്രീനാരായണ ധർമ്മസംഘം ഉണ്ടാകുമ്പോൾ ആ സന്യാസ സംഘടനയ്ക്ക് ശ്രീനാരായണ ഗുരുദേവൻ തിരഞ്ഞെടുത്ത സ്ഥലമെന്ന് പറയുന്നത് കൂർക്കാഞ്ചേരി ആയിരുന്നു. ആ കൂർക്കാഞ്ചേരിയിലെ പ്ലാവിൻ്റെ ചുവട്, കൂർക്കാഞ്ചേരിയിൽ പോയിട്ടുള്ളവരുണ്ടോ? ഒന്ന് കൈ പൊക്കാമോ കാണാൻ വേണ്ടിയിട്ടാണ്. ഒരു എറികാടുകാരൻ മാത്രമേ കൈവകൾ, പുറകിലുണ്ട്, പുറകിൽ നമ്മുടെ മറ്റേ സാറ് പൊക്കിയിട്ടുണ്ട്. അങ്ങനെ 3 കൈകളെ പൊങ്ങിയിട്ടുള്ളൂ. എല്ലാ കൈകളും പൊങ്ങണം. കാരണം എന്താ? കൂർക്കാഞ്ചേരി എന്ന് പറയുന്നത് ഭഗവാന്റെ പ്രാപ്യസ്ഥാനമാണ്. ആ കൂർക്കാഞ്ചേരിയിലെ പ്ലാവിൻ്റെ ചുവട്ടിൽ വെച്ചിട്ട് ശ്രീനാരായണ ഗുരുദേവൻ സന്യാസിമാരെ സാക്ഷിയായി നിർത്തിക്കൊണ്ട് ശ്രീനാരായണ ധർമ്മസംഘം എന്ന സന്യാസി സംഘടനയ്ക്ക് രൂപം നൽകിയപ്പോൾ ഒന്നാമത്തെ ഒപ്പുകാരനാകാൻ പറഞ്ഞത് ആരോടായിരുന്നു? ബോധാനന്ദ സ്വാമിജിയോടായിരുന്നു. ബോധാനന്ദൻ വേണം ഒന്നാമത്തെ ഒപ്പുകാരനാവാൻ. തൃപ്പാദങ്ങളെ, എനിക്കിതിൽ ഒപ്പിടാൻ സാധിക്കുമോ? എന്നെക്കൊണ്ട് സാധിക്കില്ല. അതിന് ബോധാനന്ദൻ പറഞ്ഞ മറുപടി ഉണ്ട്. എന്താ ബോധാനന്ദ സ്വാമിജി പറഞ്ഞ മറുപടി? ശ്രീനാരായണ ഗുരുദേവൻ്റെ തിരുനാമധേയത്തിലുള്ള ഒരു പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കാനുള്ള എന്ത് യോഗ്യത എനിക്കുള്ളത്? ഓർക്കുക, ഒരു ഗുരു ഒരു ശിഷ്യന് ലോകത്ത് കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ റിമാർക്ക് കിട്ടിയ ആളാണ് ബോധാനന്ദ സ്വാമിജി. എന്താ? ബോധാനന്ദനോളം ത്യാഗം നമുക്കില്ലല്ലോ, അല്ലേ? എന്നാൽ ഒരു ഉപദ്രവം ഒരുത്തനും ഒന്നുകൊണ്ടും എന്നാലും ഏൽക്കരുത്, ഞാൻ കരുതാതെ കണ്ടു, അല്ലേ? വൈരികൾ പോലും നന്നായി ഭവിക്കട്ടെ എന്ന് പറഞ്ഞ ബോധാനന്ദൻ പറയുക, ഗുരുവിന് മുമ്പിൽ അല്ലെങ്കിൽ ഗുരുവിൻ്റെ പേരുണ്ടെങ്കിൽ അവിടെ പ്രവർത്തിക്കാൻ യോഗ്യതയില്ലാന്ന്. ഓർക്കുക, എത്ര വലുതാണ് ഗുരുദേവൻ്റെ നാമധേയത്തിൽ പിറവിയെടുത്തിട്ടുള്ള ഈ പ്രസ്ഥാനങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ പ്രസ്ഥാനം രൂപീകരിക്കുമ്പോൾ ബോധാനന്ദ സ്വാമിജിയോടും കൂടെ ഉണ്ടായിരുന്ന ശങ്കരാനന്ദ സ്വാമിജിയോട് ഗുരുദേവൻ പറഞ്ഞത് എന്താ? ശങ്കരാനന്ദ, നാം ഒരു ബോർഡ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, ആ ബോർഡുമായിട്ട് വേണം ഇവിടെ ഇരിക്കാൻ. നാം ഒരു ചിത്രമെടുക്കാൻ ആളെ വിളിച്ചിട്ടുണ്ട്, ചിത്രകാരൻ വരും, ആ ഫോട്ടോഗ്രാഫർ വരുമ്പോൾ ഈ ബോർഡൂടെ പിടിക്കണം. എന്താ? 9/1/1928 ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് തുടങ്ങിയ വർഷമാണ്. അത് എഴുതിക്കൊണ്ട് ചിത്രമെടുത്തു. ആർക്ക് വേണ്ടിയാ, എന്തിനു വേണ്ടിയാ ഗുരുദേവൻ ഇത് നിശ്ചയിച്ചെന്ന് ആർക്കും മനസ്സിലായില്ല. പക്ഷേ പതിറ്റാണ്ടുകൾക്കപ്പുറത്ത് വലിയ വ്യവഹാരത്തിലേക്ക് SNDP യോഗം മാറിയപ്പോൾ ആ വ്യവഹാരത്തിൻ്റെ ഒടുവിൽ മനസ്സിലായ ഒരു കാര്യമുണ്ടായിരുന്നു. ഇതാ, ശിവഗിരിക്ക് ഇന്നു കാണുന്ന ആസ്തി ബാധ്യതകളെല്ലാം ശിവഗിരിക്ക് നഷ്ടമായി മാറും. ആ രീതിയിലേക്ക് വ്യവഹാരം മാറിയപ്പോൾ വക്കീലിനോട് പറഞ്ഞു, വാദിക്കാനുണ്ടെങ്കിൽ ഇപ്പോൾ വാദിച്ചോണം, അല്ലെങ്കിൽ നിവൃത്തിയില്ല എന്ന് പറഞ്ഞു. വാദം അവസാനിക്കാൻ പോയപ്പോൾ വക്കീലിന് വാദമുനമ്പുകളൊന്നും പറയാൻ കഴിയുന്നില്ല. പക്ഷേ രാത്രിയുടെ അന്ത്യയാമത്തിൽ ഉറക്കത്തിൽ വക്കീലിന് തോന്നി, ആ ചിത്രം എന്നെ ഭ്രമിപ്പിക്കുന്നു. ആ ചിത്രം എന്താ പറയുന്നത്? ശിവഗിരിയിലെ സന്യാസിമാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ കാണുന്ന സ്ഥാവരജംഗമ വസ്തുവെന്ന ഒരൊറ്റ ചിത്രം കാണിച്ചുകൊണ്ട് പതിറ്റാണ്ടുകൾ നീണ്ട കേസിന് തുമ്പുണ്ടാക്കിയത് ഒരൊറ്റ ചിത്രമാണ്. ഇതാണ് ഗുരു എന്ന് പറയുന്നത്. ഗുരു എന്നെയും നിങ്ങളെയും കാണിക്കുന്നത് എന്താണ്? ഈ ലോകം ഉള്ള കാലത്തോളം നമുക്ക് നിലനിൽക്കുവാൻ കഴിയുന്ന ഒരു വലിയ ഊർജ്ജസ്രോതസ്സായി എന്നും എൻ്റെ ഹൃദയാന്തരങ്ങളിൽ കുറിക്കേണ്ടതാണ് ശ്രീനാരായണ ഗുരുദേവനെന്ന് എത്രയോ ആവർത്തി നമ്മളെ പഠിപ്പിക്കുന്നുണ്ടാം. അതിൻ്റെ തീഷ്ണമായ ഉദാഹരണങ്ങളിൽ ഒന്നാണ് ഗുരുദേവൻ അന്ന് എന്തിന് ചിത്രമെടുത്തു എന്ന് ആർക്കും അറിയില്ലായിരുന്നു. ഒരു ഫേസ്ബുക്കിലും പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ആയിരുന്നില്ല, മറിച്ച് ഒരു സമൂഹത്തിൻ്റെ ജീർണതയെ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് ഒരു ചിത്രം കൊണ്ട് കരണീയമായ മാറ്റമുണ്ടാക്കിയ ശ്രീനാരായണ ഗുരുദേവൻ. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഞാനും നിങ്ങളുമെല്ലാം ഗുരുഭക്തരാ. 928 ശിവഗിരി തീർത്ഥാടനത്തിന് അനുവാദം നൽകിയിട്ട് ആ തീർത്ഥാടനമൊന്ന് തുടങ്ങാൻ നമുക്ക് 4 വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു. കാര്യം എന്താണ്? അന്നേ ഉണ്ടായിരുന്ന എൻ്റെയും നിങ്ങളുടെയും മനസ്സിലെ ഈ കുരുക്ഷേത്ര ഭൂമിയുണ്ട്.
പരസ്പര വിദ്വേഷത്തിൻ്റെയും പരസ്പരം പകയുടേതുമായിട്ടുള്ള എൻ്റെയും നിങ്ങളുടെയും ഈ മനസ്സുണ്ട്. ആ മനസ്സുകൊണ്ട് എത്രയോ കാലം നീണ്ടുപോയി ആ ശിവഗിരിയിലേക്ക് നമ്മളൊന്ന് തീർത്ഥാടനം നടത്താനായിട്ട്. എന്ന് മാത്രമല്ല, ഇന്ന് നമ്മുടെ എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട പൂജാ കേന്ദ്രമായി ആ മഹാശിവഗിരിക്കുന്ന് അറിവിൻ്റെ ഭൂമി, സ്വർഗഭൂമി മാറിയപ്പോൾ ആ സ്വർഗഭൂമിയിൽ ശിവഗിരിയിൽ ഒരു മഹാസമാധി പീഠം ഉയരാൻ എത്രയോ കാലമെടുത്തു. 1928 ഗുരുദേവൻ സമാധിയായി. 29 കഴിഞ്ഞു, 38 കഴിഞ്ഞു, 48 കഴിഞ്ഞു, 58 കഴിഞ്ഞു. 1968 40 വർഷങ്ങൾക്ക് ശേഷമാണ് ശ്രീനാരായണ ഗുരുദേവന് പ്രാപ്യസ്ഥാനമായിട്ട് ശിവഗിരിയിലൊരു മഹാസമാധി പീഠം ഉയർന്നത്. എന്തുകൊണ്ടാ? എൻ്റെയും നിങ്ങളുടെയും ഒക്കെ വലിപ്പം കൊണ്ടാണ്, അല്ലെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും പൂർവ്വസൂരികളുടെ വലിപ്പം കൊണ്ടാണ് ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരുദേവന് കരണീയമായ ഒരു മാതൃകാസ്ഥാനം ഉണരുവാൻ വേണ്ടിയിട്ട് തന്നെ ഏതാണ്ട് 40 വർഷക്കാലത്തോളം കടന്നു പോകേണ്ടി വന്നു. ഓർക്കുക, നാം ശ്രീനാരായണ ഗുരുദേവൻ, സത്യസന്ധമായ കാര്യമാണ്, ശ്രീനാരായണ ഗുരുദേവൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പൂജ അർഹനായിരുന്നു. പക്ഷേ ആ ഗുരുവിന് വേണ്ടിയിട്ട് ആ നിയതമായിട്ടുള്ള ഒരു കേന്ദ്രീകര രൂപം ആ ശിവഗിരിയുടെ മണ്ണിൽ, ശ്രീനാരായണ ഗുരുദേവൻ മഹാസമാധിയെ പ്രാപിച്ച മണ്ണിൽ ഉണ്ടാക്കിയെടുക്കുവാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ, എനിക്കും നിങ്ങൾക്കുമൊക്കെ ഏതാണ്ട് 40 വർഷത്തിലധികം വേണ്ടി വന്നു. നിരവധിയായ യോഗങ്ങൾ കൂടി. യോഗത്തിലൊക്കെ പറഞ്ഞു, നമ്മുടെ മഹാഗുരു ദേഹം കൊണ്ട് നമ്മെ വിട്ടുപോയി, ആ ഗുരുവിന് പ്രാപ്യമായ ഒരു സ്ഥാനം പണിയണം. പക്ഷേ ഒരൊറ്റയാളും വേണ്ട രീതിയിൽ പ്രതികരിക്കുന്നില്ല. അങ്ങനെ 1940കൾക്ക് ശേഷമാണ് ഒരു കമ്മിറ്റി, ഊർജ്ജസ്വലമായിട്ടൊരു കമ്മിറ്റി കൂടിയിട്ട് എങ്ങനെ പണം കണ്ടെത്തുമെന്നുള്ള ചോദ്യം വന്നപ്പോൾ എല്ലാവരും മിണ്ടാതെ പോയതാണ് ചരിത്രമെന്ന് പറയുന്നത്. അവിടെയാണ് ശ്രീനാരായണ ധർമ്മസംഘത്തിൻ്റെ പ്രസിഡൻ്റായിരുന്ന ആ ശങ്കരാനന്ദ സ്വാമിജി ഒരു ഉഗ്രവ്രതമെടുത്തു. എന്താ? ഞാൻ മരണം വരെ നിരാഹാരം എടുക്കാൻ പോവാ. കാരണം എൻ്റെ ഗുരുവിന്, ലോകത്തിൻ്റെ ചൈതന്യപുരുഷനായ ആ ഗുരുവിനെ ഇത്ര കണ്ട് തിരിച്ചറിവില്ലാത്തവരായി ഞാനും നിങ്ങളുമൊക്കെ മാറിയെങ്കിൽ എന്തിനാണ് ഈ ശരീരം? അതുകൊണ്ട് ഞാൻ ഈ ശരീരം ഉപേക്ഷിക്കാൻ പോവുകയാണെന്നും പറഞ്ഞിട്ട് നിരാഹാരവ്രതം എടുക്കുന്ന രീതിയിലേക്ക് ശിവഗിരിയുടെ മഠാധിപതി മാറുന്നതാണ് പിന്നീട് കാണാൻ കഴിഞ്ഞത്. അങ്ങനെ മഠാധിപതി നടത്തിയ ആ അവസാന ഘട്ടത്തിൽ ഏതാണ്ട് 1942 കൂടിയിട്ട് ആലുവയിൽ വെച്ചിട്ട് ഒരു വലിയ കമ്മിറ്റി ഉണ്ടാക്കി, കൂട്ടായ്മ ഉണ്ടാക്കി. അതിൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ മഹാസമാധി പീഠം പണിയാൻ വേണ്ടിയിട്ടുള്ള ആലോചനകൾ ആ കമ്മിറ്റിയിലുണ്ടായി. ആ കമ്മിറ്റിയിൽ പങ്കെടുത്തുകൊണ്ട് നിരവധി ആളുകൾ സംസാരിച്ചു. പക്ഷേ സാമ്പത്തിക കാര്യം വന്നപ്പോൾ എല്ലാവരും മിണ്ടാതിരുന്നു, നിശബ്ദമായിട്ടിരുന്നു. അവിടെ ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് നിന്നു. ആ ചെറുപ്പക്കാരൻ്റെ പേര് MB മൂത്തേടം എന്നായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഗുരുവിനെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചാൽ, ഈ ഗുരു ഹൃദയത്തിൻ്റെ സർവസ്വവുമായി ജീവിതത്തിൻ്റെ അണുവിലും പ്രവേശിച്ചാൽ, ഇതാ ഇങ്ങനെ ഓരം ചേർത്ത് പിടിക്കുവാൻ നമുക്കൊരു ചൈതന്യ പുരുഷനുണ്ട്. ആ ചൈതന്യ പുരുഷനാണ് അഖണ്ഡ സച്ചിദാനന്ദ സ്വരൂപമായി മാറിയിട്ടുള്ള ശ്രീനാരായണ ഗുരുദേവനെന്ന് അച്ഛനും അമ്മയും മക്കളും ചേർന്ന് നിലവിളക്കും തെളിയിച്ചുകൊണ്ട് ആ നിലവിളക്കിൻ്റെ മുമ്പിലിരുന്നു കൊണ്ട് ഇവിടെ ഗുരുദേവ ക്ഷേത്രത്തിൽ എഴുതി വച്ചിരിക്കുന്നത് പോലെ ഓം അഗ്നേ തവയ തേജഃ തദ് ബ്രാഹ്മം അതത്യം പ്രത്യക്ഷം ബ്രഹ്മാസി ത്വദീയ ഇന്ദ്രിയാണി മനോബുദ്ധിരിതി സപ്തജിഹ്വാഹ ത്വയി വിഷയ ഇതി സമിതോ ജുഹോമി അഹമിത്യാജ്യം ജുഹോമി ത്വംനഃ പ്രസീദ പ്രസീദ ശ്രേയച്ച പ്രയച്ച പ്രയച്ച സ്വാഹ ഓം ശാന്തി 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 എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതം ആരംഭിക്കുന്ന കുടുംബങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് ഗുരുദേവനെ ചേർത്ത് പിടിച്ചാൽ ഇതാ ഇങ്ങനെയാകും നിങ്ങളുടെ ജീവിതത്തിൻ്റെ, വ്യക്തി കുടുംബ ജീവിതത്തിൻ്റെ ധന്യത എന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്നെയും നിങ്ങളെയും ഇതാ ഗുരു പഠിപ്പിക്കുന്നു ഒരു വ്യക്തിത്വത്തിലൂടെ. ആ വ്യക്തിത്വത്തിൻ്റെ പേരാണ് MB മൂത്തേടം എന്ന് പറയുന്നത്. ആ MB മൂത്തേടം എന്ത് ചെയ്തു? ആ MB മൂത്തേടം എണീറ്റ് നിന്നിട്ട് പറഞ്ഞു, എൻ്റെ പിതാവ് മരിക്കുന്ന സമയത്ത് 11,111 രൂപ എന്നെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, എന്താ, ശ്രീനാരായണ ഗുരുദേവൻ്റെ മഹാസമാധിയിൽ നിർമ്മാണം നടക്കുമ്പോൾ അവിടെ ഉപയോഗിക്കുവാൻ വേണ്ടിയിട്ട് നീ ഫണ്ട് ആ നിർമ്മാണ കമ്മിറ്റി ഏൽപ്പിക്കണമെന്ന് പറഞ്ഞു. ആ പണം എൻ്റെ കയ്യിലുണ്ട്. ഇത് അടിത്തറ പണിയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കമ്മിറ്റി ഏൽപ്പിക്കുവാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അത്രയും പറഞ്ഞുകൊണ്ട് കമ്മിറ്റി പിരിഞ്ഞു. പക്ഷേ പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞു, ഒന്നും നടക്കുന്നില്ല. അങ്ങനെ ഏതാണ്ട് 1946
SNDP യോഗം ഇത് ഏറ്റെടുക്കുക. ആ SNDP യോഗത്തിൻ്റെ ശാഖകൾ ചേർന്ന് ഇവിടെയുള്ള പൂർവികരുൾപ്പെടെ ഒരു മഹാസമാധി ദിനത്തിൽ ഒരു തീരുമാനമെടുത്തു. ഖുണ്ഡിക വെച്ചുകൊണ്ട്, കാണിക്ക വെച്ചുകൊണ്ട്, കേരളത്തിലെമ്പാടും നടന്നുകൊണ്ട് മഹാസമാധിയിൽ ശ്രീനാരായണ ഗുരുദേവന് മഹാസമാധി പീഠം പണിയുന്നതിന് വേണ്ടിയിട്ട് ഒരു വലിയ പിരിവ് നടത്തി, ഒരു സമർപ്പണം നടത്തി. പിരിഞ്ഞു കിട്ടിയത് 16,000 രൂപയാണ് ആ കാലത്ത്. പക്ഷേ 16,000 രൂപ പിരിഞ്ഞു കിട്ടിയതിൽ 10,000 രൂപയും ചിലവായിപ്പോയി. എന്താ? കമ്മിറ്റിയുടെ ചിലവാണ്. ഭക്ഷണം കഴിച്ച ചിലവും യാത്രാ ചിലവും ഒക്കെ ആയിട്ട് 16,000 രൂപ കേരളത്തിലെമ്പാടും പിരിഞ്ഞു കിട്ടിയിട്ട് 10,000 രൂപയും എന്ത് ചെയ്തു? കമ്മിറ്റി ചിലവായിട്ട് പോയി. ശേഷം കിട്ടിയത് 6,000 രൂപയാണ്. ആ 6,000 രൂപ കൊണ്ട് മഹാസമാധിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കില്ല. അതങ്ങനെ ഫണ്ടായിട്ട് കമ്മിറ്റിയുടെ കയ്യിലിരുന്നു. വീണ്ടും ജലരേഖയായി ഈ പ്രവർത്തനങ്ങൾ മാറിയപ്പോൾ വീണ്ടും ആരാധ്യനായിട്ടുള്ള സ്വാമിജി ഉൾപ്പെടെയുള്ള ശങ്കരാനന്ദ സ്വാമിജി ഉൾപ്പെടെ ആളുകൾ വിഷമം പറഞ്ഞു. ഇനിയും ഇങ്ങനെ എൻ്റെ ഗുരുവിന് വേണ്ടിയിട്ട് നീട്ടിവെക്കുവാൻ സമയമില്ല. അങ്ങനെ വീണ്ടും കമ്മിറ്റി കൂടി. ആ കമ്മിറ്റിയിൽ വീണ്ടും MP മൂത്തേടൻ പറഞ്ഞു, ഞാൻ എൻ്റെ ഫണ്ട് നൽകാമെന്ന് പറഞ്ഞു. അങ്ങനെ ചർച്ച വീണ്ടും ഗംഭീരമായിട്ട് മുന്നോട്ട് പോയി. അതിനുശേഷം അതിൻ്റെ ആദ്യഘട്ടത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പക്ഷേ ബാക്കിയുള്ളവരെല്ലാം അങ്ങ് മാറി നിൽക്കുക. ഓർക്കുക, എൻ്റെയും നിങ്ങളുടെയും ഇന്നത്തെ പ്രാപ്യസ്ഥാനമായ ആ ശിവഗിരിയിൽ മഹാസമാധി പീഠം ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ, ആ ഒരുക്കങ്ങൾ അതിൻ്റെ പ്രാരംഭ ദശയിൽ നിൽക്കുക. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ദിവസം ആലുവയിൽ വീണ്ടും കമ്മിറ്റി കൂടി. കമ്മിറ്റി തീരുമാനമൊക്കെ കഴിഞ്ഞപ്പോൾ ഈ പാറൻ എന്ന് പറയുന്ന MP മൂത്തേടം, അദ്ദേഹത്തിൻ്റെ വീട് ഷൊർണൂരാണ്. ആ ഷൊർണൂരിലേക്ക് ട്രെയിനിൽ പോകാൻ നേരം ഗീതാനന്ദ സ്വാമിജി പറഞ്ഞു, എന്തു പറഞ്ഞെന്നറിയാമോ? ഞാനും പാറനോടൊപ്പം വരിക. അങ്ങനെ പാറനുമായിട്ട് ട്രെയിനിൽ കയറിയിട്ട് ഷൊർണൂർ പോയി. നിങ്ങളെ ഞാൻ ഷൊർണൂരേക്ക് ഫ്രീ ആയിട്ട് കൊണ്ടുപോവാം വന്ദേ ഭാരതിൽ. ആ ഷൊർണൂരിലേക്ക് നമ്മൾ നിൽക്കുക. എൻ്റെയും നിങ്ങളുടെയും മഹാസമാധി പീഠത്തിൻ്റെ കട ഓരോ മണൽത്തരിയുടെയും ചിന്തകളായി മാറണം. കാരണം എൻ്റെ ഗുരുവിൻ്റെ കനമെന്താ, എൻ്റെ ഗുരുവിൻ്റെ ഭക്തന്മാരുടെ കനമെന്താണെന്ന് ലോകത്തിനു മുമ്പിലേക്ക് ത്രികാലദർശിയും ത്രികാലജ്ഞാനിയുമായ ഗുരു സത്യദർശനമായി പഠിപ്പിക്കുന്ന നിയതമായ ചരിത്രമാണ് ഞാൻ പറയുന്നത്. പുരാണമല്ല, ചരിത്രമാണ്. അങ്ങനെ ഇതാ പാറനുമൊപ്പം ഒന്നിച്ച് MP മൂത്തേടത്തിൻ്റെ വീട്ടിൽ ഷൊർണൂർ എത്തിച്ചേർന്നിരിക്കുകയാണ്. ആര്? ഗീതാനന്ദ സ്വാമിജി എത്തിച്ചേരുക. ഒരുപാട് നേരം, ഒരുപാട് സമയം രാത്രിയിലെമ്പാടും പാറനും ഈ ഗീതാനന്ദ സ്വാമിജിയും ചർച്ച ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ പാറൻ പറഞ്ഞു, ഞാൻ എന്തുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ ഈ മഹാസമാധി പീഠത്തിന് വേണ്ടിയിട്ട് 11,111 രൂപ തരാമെന്ന് പറഞ്ഞത് എന്ന് സ്വാമിജിക്ക് അറിയുമോ? എൻ്റെ ഗുരുവിൻ്റെ മഹിമാവ് എനിക്കറിയാവുന്നത് കൊണ്ടാണ്. എൻ്റെ ഗുരുവിൻ്റെ മഹിമാവിൻ്റെ പ്രത്യേകത എന്താ? എൻ്റെ ജീവിതത്തിൽ എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നു. എന്താ? എനിക്ക് കോൺട്രാക്ടർ ആവണം. എൻ്റെ അച്ഛൻ്റെ അനുജനുണ്ട് കോന്നിമേശ്രീ, തൃശ്ശൂർ കൊക്കാലക്കാരനാണ്. ആ തൃശ്ശൂരിലെ കൊക്കാലക്കാരനായിട്ടുള്ള കോന്നിമേശ്രീ ശ്രീനാരായണ ഗുരുദേവൻ്റെ ശിഷ്യനും അനുയായിയുമൊക്കെയാണ്. അങ്ങനെ ഒരുപാട് പ്രാവശ്യം എൻ്റെ മഹാഗുരുവിനെ നേരിട്ട് കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അന്ന് മുതൽ എനിക്കൊരു പരദൈവമുണ്ട്, അത് MP മൂത്തേടാ. നമ്മുടെ ശാഖായോഗങ്ങളിൽ ഇന്നും MP മൂത്തേടം ഇല്ല. ഞാൻ ഇന്ന് അവിടെ ഇരുന്നപ്പോൾ നോക്കി, നമ്മുടെ MP മൂത്തേടം ഇല്ല. നമ്മുടെ എല്ലാ ശാഖായോഗങ്ങളിലും വരേണ്ട ചിത്രമാണ് MP മൂത്തേടം എന്ന് പറയുന്നത്. കാരണം എന്താ? ആ MP മൂത്തേടം ഒരു ശിലാഫലകത്തിലും കാണില്ല. കാരണം എന്താ? ആരില്ലാത്ത പ്രവൃത്തിയുടെ ദർശനമാണ്. ചട്ടമ്പി സ്വാമി തിരുവടികളോട് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞില്ലേ, ഇപ്പൊ പ്രവൃത്തിയായിട്ട് പണിയാണെന്ന് കേൾക്കുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ അന്ന് പറഞ്ഞ മറുപടി നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിലും കുടുംബജീവിതത്തിലും ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടതാ. എന്താ? പ്രവൃത്തിയുണ്ട്, പക്ഷേ ആരില്ല. ഞാനെന്ന ഭാവമിക തോന്നായിക വേണമിക, തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ നമ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെ ആ ആരില്ലാത്ത പ്രവൃത്തി ഇതാ എൻ്റെ ഭക്തനിലൂടെ മാതൃകയായി ശ്രീനാരായണ ഗുരുദേവൻ കാണിച്ചു തരികയാണ് MP മൂത്തേടം എന്ന പാറലിലൂടെ. ആ പാറൻ എന്ത് ചെയ്തു? പാറൻ പറഞ്ഞു, ഞാൻ കോൺട്രാക്ടർ ആകാനായിട്ട് ആഗ്രഹിക്കുന്നു, പക്ഷേ എൻ്റെ വീട്ടുകാർ സമ്മതിക്കുന്നില്ല. അവസാനം എല്ലാ ദിവസവും രാത്രിയിൽ ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ എൻ്റെ മുമ്പിലേക്കൊരു ദിവ്യദർശനമായി ആരോ വന്ന് പറയുന്നു, നിനക്ക് കോൺട്രാക്ടർ പണി ഏറ്റെടുത്തുകൂടെ? ഇത് പല ദിവസമാകുന്നു. രാത്രിയിൽ പാറൻ ഞെട്ടി എണീക്കുമ്പോൾ MP മൂത്തേടം പറയുക, അക്കാലത്ത് എൻ്റെ ഭവനത്തിൽ
എൻ്റെ ആ മുറിയിൽ, ഞാൻ ജീവിക്കുന്ന ആ മുറിയിലെ ഓരത്തെ ആ ഭിത്തിയിൽ ഒരൊറ്റ ചിത്രമേ ഈശ്വരൻ്റേതായിട്ടുള്ളൂ. അത് ശ്രീനാരായണ ഗുരുദേവൻ്റേതാ. ഞാൻ വിഷമിച്ച് ഞെട്ടി എണീറ്റ് ചെറിയ വിളക്കിൻ്റെ ലൈറ്റിൽ നോക്കുമ്പോൾ എൻ്റെ മുഖത്തേക്ക് തെളിയുന്നത് ശ്രീനാരായണ ഗുരുദേവനാണ്. ആ ശ്രീനാരായണ ഗുരുദേവൻ എന്നെ സ്വാന്തനിപ്പിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. ഞാൻ രണ്ടും കൽപ്പിച്ച് ഷൊർണൂർ മുതൽ കോഴിക്കോട് വരെ റെയിൽവേ സ്റ്റേഷൻ വൈറ്റ് വാഷ് ചെയ്യാനുള്ള കരാറ്, 2000 രൂപയുടെ കരാറ്, ഞാൻ രണ്ടും കൽപ്പിച്ച് അതിൻ്റെ ഫോം ഫില്ല് ചെയ്തു. എൻ്റെ ശക്തി ഒരൊറ്റ ചൈതന്യ പുരുഷനാണ്, അത് ശ്രീനാരായണ ഗുരുദേവനാ. ആ ഗുരുവിനെ ഹൃദയത്തിലും ആത്മാവിലും പേറിക്കൊണ്ട് ഞാൻ എന്ത് ചെയ്തു? റെയിൽവേക്ക് കരാറ് കൊടുത്തു. കരാറ് 1800 രൂപയ്ക്ക് എനിക്ക് ഉറപ്പിച്ച് കിട്ടി. ആ 1800 രൂപയുടെ റെയിൽവേ സ്റ്റേഷൻ വൈറ്റ് വാഷ് ചെയ്യാനുള്ള കരാറ് ഞാൻ ഏറ്റെടുത്തു. അത് ഭംഗിയായിട്ട് റെയിൽവേ പറയുന്നതിന് മുമ്പ് ഞാൻ ചെയ്തു കൊടുത്തു. 800 രൂപ അക്കാലത്ത് എനിക്ക് ലാഭം കിട്ടി. ഈ ലാഭം കിട്ടിയപ്പോൾ ഞാൻ വീട്ടുകാർക്ക് സന്തോഷമായി. വീട്ടുകാർ പറഞ്ഞു, എടാ, നമ്മുടെ പരമമായ ചൈതന്യമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വികാസങ്ങളുടെയും കാരണം ശ്രീനാരായണ ഗുരുദേവന. ആ ഗുരുവിനെ പോയിട്ട് നീ ഒന്ന് കാണണം എന്ന് പറഞ്ഞ് അച്ഛൻ്റെയും അമ്മയുടെയും അനുവാദം വാങ്ങിച്ചുകൊണ്ട് പാറൻ എന്ത് ചെയ്തു? ശ്രീനാരായണ ഗുരുദേവനെ കാണുന്നതിനായിട്ട് ആലുവയിലുണ്ടെന്നറിഞ്ഞു. ആലുവയിലേക്ക് വന്നു. ആലുവയിൽ വന്ന് ശ്രീനാരായണ ഗുരുദേവൻ്റെ അടുത്തേക്ക് ട്രെയിനിൽ ഇറങ്ങിയിട്ട് പാറം വരുമ്പോൾ ദൂരത്ത് നിന്ന് കണ്ടപ്പോഴേ അനന്തതയിലേക്ക് നീളുന്ന ആ യോഗനയനങ്ങളുമായി ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു, നമ്മുടെ പാറം വരുന്നുണ്ടല്ലോ, പാറ അകത്തേക്ക് വരാൻ പറഞ്ഞു. സന്യാസി വർയന്മാരോട് പറഞ്ഞു, ഇതാണ് എൻ്റെ പാറൻ, പാറനെ അകത്തേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. 4-5 പ്രാവശ്യം ഗുരുവിനെ കണ്ട പരിചയമുണ്ട് കൂർക്കാഞ്ചേരിയിലും കൊക്കാലയിലെ കോന്നിമേശ്രീയുടെ ഭവനത്തിലും വെച്ച്. പക്ഷേ ഗുരു തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ആ ഗുരുവിൻ്റെ പാദങ്ങളിലേക്ക് വീണു നമസ്കരിച്ചു. ഉപചാരപൂർവം ശ്രീനാരായണ ഗുരുദേവനെ സമർപ്പിക്കുവാൻ കൊണ്ടുവന്ന ദ്രവ്യങ്ങളെല്ലാം ശ്രീനാരായണ ഗുരുദേവന് മുമ്പിലേക്ക് സമർപ്പിച്ചിട്ട് പറഞ്ഞു, എൻ്റെ വലിയ ആഗ്രഹം കോൺട്രാക്ടർ ആകുക എന്നുള്ളതാണ്. ആ കോൺട്രാക്ടർ ആകണമെന്ന ആഗ്രഹം ഗുരുദേവനോട് പറഞ്ഞപ്പോൾ ഗുരു പറഞ്ഞത് എന്താണെന്നറിയാമോ? ആ കോൺട്രാക്ടർ ആകാൻ വന്ന കൊച്ചു പയ്യനോട് പറഞ്ഞു, കണ്ടുപഠിക്കേണ്ടത് ആരെയാ? ആ കോന്നിമേശ്രിയെ കണ്ടുപഠിക്കണം. ഒരിക്കലും തൊഴിലാളികളെ പൂർണ്ണമായി വിശ്വസിക്കരുത്. എന്ന് പറഞ്ഞാൽ തൊഴിലാളികളെ മോശക്കാരായി കരുതുന്നതല്ല, അവരെ ഹൃദയം കൊണ്ട് സ്നേഹിക്കണം, അവരെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കണം. ഒരിക്കലും അവർ തൊഴിലാളികളാണ് എന്ന് പാറനും ധരിക്കാൻ പാടില്ല, അവരും ധരിക്കാൻ പാടില്ല. യജമാനന്മാരായിട്ട് കരുതണം, പക്ഷേ എപ്പോഴും അവരുടെ കൂടെ നിൽക്കണം. ആ കണ്ടില്ലേ ആ കോന്നിമേശ്രി എന്താ ചെയ്യുന്നത്? ഒരു കറുത്ത തൊപ്പിയും വെച്ചിട്ട് എപ്പോഴും ഉണ്ടാവും തൊഴിലാളികളുടെ ഒപ്പം. അതുകൊണ്ടാണ് കോന്നി ഇന്ന് കാണുന്ന രീതിയിലേക്ക് വികസിച്ചത്. അതുകൊണ്ട് പാറൻ അവരെ സ്നേഹിക്കണം, ഇഷ്ടപ്പെടണം, അനുകമ്പയോടുകൂടി പെരുമാറണം, ഒപ്പം അവരുടെ കൂടെ നിൽക്കണം. ഇല്ലെങ്കിൽ ചായയും കുടിച്ച് മുറുക്കി തൊപ്പി അവർ സമയം കളയും. ആരാ പറഞ്ഞത്? ഒരു യോഗിവര്യൻ തന്നെ കാണാൻ വന്ന പൊടിമീശക്കാരനായ ഒരു കുഞ്ഞു പയ്യനോട് പറയുക, നീ ഇങ്ങനെയൊക്കെ ചെയ്യണം. ചേർത്ത് പിടിച്ചുകൊണ്ട് പാറനോട് പറഞ്ഞു. ആ പാറൻ പോകാൻ സമയത്ത് എന്ത് ചെയ്തു? അന്നത്തെ കാലത്ത് കിട്ടാൻ സാധ്യതയില്ലാത്ത ബ്രിട്ടീഷ് രാജ്ഞിയുടെ വലിയ മുഖമുള്ള 5 വെള്ളി രൂപ തൊട്ടെടുത്തിട്ട് വളരെ പ്രാർത്ഥനാപൂർവം ശ്രീനാരായണ ഗുരുദേവന്റെ മുമ്പിലേക്ക് പാദകാണിക്കയായിട്ട് സമർപ്പിച്ചു. കൊള്ളാമല്ലോ എന്ന് പറഞ്ഞ് ആ 5 വെള്ളി രൂപ തൊട്ട് പാറന്റെ കയ്യിൽ നിന്ന് ശ്രീനാരായണ ഗുരുദേവൻ കയ്യിലേക്ക് വാങ്ങിയിട്ട് ഇടത് കൈയിലും വലത് കൈയിലും ഇങ്ങനെ മാറി മാറി പിടിച്ചിട്ട് അതിൽ നിന്ന് 3 വെള്ളി രൂപ തൊട്ടെടുത്തിട്ട് പാറന്റെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, നിനക്കുള്ളത് നമുക്കും നമുക്കുള്ളത് നിനക്കും. നിർത്തിയില്ല, വീണ്ടും വീണ്ടും പറഞ്ഞു, നിനക്കുള്ളത് നമുക്കും നമുക്കുള്ളത് നിനക്കുമെന്ന് പറഞ്ഞ് ആ പാറന്റെ കയ്യിലേക്ക് വളരെ ആ 3 വെള്ളി രൂപ തൊട്ടെടുത്ത് പാറന്റെ കയ്യിലേക്ക് കൊടുത്തു. പാറൻ കരഞ്ഞു കലങ്ങിയ കണ്ണുമായിട്ട് അടുത്ത ട്രെയിന് കയറിയിട്ട് ഷൊർണൂരേക്ക് ചെന്നു. രാത്രി 3 മണിക്ക് വീട്ടിൽ ചെന്നപ്പോൾ മാതാപിതാക്കള് കാത്തിരിക്കുക പാറനെ. ഗുരു എന്തു പറഞ്ഞു? ശ്രീനാരായണ ഗുരുദേവൻ എന്തു പറഞ്ഞു? പറഞ്ഞ കാര്യങ്ങളും ചെയ്ത കാര്യങ്ങളുമെല്ലാം കൃത്യമായിട്ട് പാറനോട് പറഞ്ഞു. പാറൻ എന്നോട് പറഞ്ഞു, ആ ഗുരുവിനെ സദാ സ്മരിച്ചുകൊണ്ട് ആ ഗുരുവിലേക്ക് ആത്മസമർപ്പണം ചെയ്തുകൊണ്ട് പാറ, ഇന്നു മുതൽ നീ കോൺട്രാക്റ്റുകൾ ഏറ്റെടുക്കണമെന്ന് ഈ പാറനോട് ശ്രീനാരായണ ഗുരുദേവനെ കണ്ടിട്ട് വന്ന പാറനോട് മാതാപിതാക്കൾ പറഞ്ഞു. ഓർക്കുക, ഗുരുഭക്തിയുടെ പരിപൂർണമായ ഭാവം ഈ ഗുരുവല്ലാതെ മറ്റൊന്നുമില്ല.
എൻ്റെ ഹൃദയത്തിലും എൻ്റെ അതരത്തിലും എൻ്റെ കർത്തവ്യങ്ങളിലുമെല്ലാം ഈ ഗുരുവല്ലാതെ ഇല്ല എന്ന് പറയുന്ന എൻ്റെ പാറന്മാരെ, എൻ്റെ മാതാപിതാക്കളെ ഇന്ന് സൃഷ്ടിക്കാൻ പെടണം. അതിനാണ് രവിവാര പാഠശാല. എത്ര മാതാപിതാക്കൾ വിടുന്നുണ്ട്? ഈ ഗുരുവിനെ അറിഞ്ഞുകൊണ്ട് ഗുരുദേവനിലൂടെ സാക്ഷാത്കാരത്തിലേക്ക് പോകുവാൻ ഈ കുനിഞ്ഞിരുന്ന് കുത്തുന്ന മക്കളെ ഗുരുവിൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് നട്ടെല്ല് നിവർക്കുന്നവരായി നമുക്ക് മാറ്റേണ്ട അഭിനവകാലത്ത് ജീവിക്കുമ്പോൾ ഈ ഭക്തി, ഈ കൗമാര ബാല്യത്തിലെ ഈ പാറൻ്റെ ഭക്തി മാതാപിതാക്കളിലൂടെ ഏറ്റെടുക്കുന്ന മക്കൾ ഇവിടെ സൃഷ്ടിക്കപ്പെടണം. അവിടെ ശ്രീനാരായണ ഗുരുദേവന്റെ ധർമ്മം 1924 ഗുരുദേവന്റെ ഹൃദയഗീതയായിട്ട് ലഭിച്ച ശാസ്ത്രഗ്രന്ഥമുണ്ട്, ശ്രീനാരായണ ധർമ്മം. ബാല്യകൗമാരി യൗവനങ്ങളിൽ പഞ്ചധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട്, പഞ്ചമഹായജ്ഞം അനുഷ്ഠിച്ചുകൊണ്ട് ഒരുവൻ എങ്ങനെയാ ചിരിക്കേണ്ടതെന്നും ചിന്തിക്കേണ്ടതെന്നും പഠിക്കേണ്ടതെന്നും പഠിപ്പിക്കേണ്ടതെന്നും എൻ്റെ മഹാഗുരു ലോകത്തിന് കവിതയായി എഴുതിയ ശ്രീനാരായണ ധർമ്മമുണ്ട്. അത് പ്രാവർത്തികമാക്കുന്ന കുടുംബങ്ങൾ അല്പാൽപമെങ്കിലും കടന്നു വരുമ്പോഴാണ് ഈ യാഥാർത്ഥ്യം കുടുംബങ്ങളിൽ യാഥാർത്ഥ്യമാകുന്നത്. ഇതാ പാറൻ കോൺട്രാക്ടറായി വളർന്നുകൊണ്ടിരിക്കുന്നു. ആ പാറൻ ആലുവയിൽ നടന്ന മീറ്റിങ്ങിൽ ഇരുന്നു കൊണ്ട് വീണ്ടും പറഞ്ഞു, ആ മീറ്റിങ്ങിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞത് എന്താണ്? ഞാനുണ്ടല്ലോ, ഞാൻ ഇന്ന് 11,111 രൂപ പലിശ സഹിതം 14,000 രൂപയോളമായിട്ട് എൻ്റെ കയ്യിലുണ്ട്. ഈ 14,000 രൂപ ഞാൻ ശിവഗിരിയിലെ മഹാസമാധി പീഠത്തിൻ്റെ അടിത്തറ പണിയുന്നതിനുമായിട്ട് ഞാനിതാ സമർപ്പണം ചെയ്യാനായിട്ട് തയ്യാറാണെന്ന് ഗീതാനന്ദ സ്വാമിജിയോട് ചോദിച്ചു. രാത്രിയുടെ അന്ത്യയാമത്തിൽ ഇതാ 12 മണി കഴിഞ്ഞിരിക്കുന്നു. ഗീതാനന്ദ സ്വാമിജിയും പാറനും ചർച്ച തുടരുകയാ. പാറനോട് ചോദിച്ചു, ഗീതാനന്ദൻ സ്വാമി ചോദിച്ചു, പാറ, വീണ്ടും നീ ഗുരുവിനെ കണ്ടുവോ? പാറൻ പറഞ്ഞു, ഞാൻ വീണ്ടും ഗുരുവിനെ കണ്ടു. എപ്പോഴാ? വീണ്ടും ഞാൻ കോൺട്രാക്ട് പണി ചെയ്തു. ആരുടെ കരുത്തിലാ? ഒരു ഗുരുവിൻ്റെ കരുത്തിലാ. നമ്മൾ ഈ ഇടയിൽ മാനേജ്മെൻറ്റ് വിദഗ്ധനായ ഒരാൾ ക്ലാസ് എടുക്കുന്നത് കണ്ടു. ഒരാളോട് പറഞ്ഞു, അയാൾ പറഞ്ഞ കഥ ഇതാണ്, നിന്റെ കയ്യിൽ ഇതാ ഇത്ര കോടി ഉണ്ടെന്ന് പറഞ്ഞിട്ടൊരു പെട്ടി കൊടുത്തു. തകർന്ന് തരിപ്പണമായ ആളാ. ഈ പെട്ടി ഒരിക്കലും തുറക്കരുത്, നിന്റെ കരുതൽ ധനമായിട്ട് കയ്യിൽ വെച്ചോളാൻ പറഞ്ഞു. പൊട്ടിപ്പാളീസായ അവന് അതിലിരിക്കുന്ന കോഴികൾ കണ്ടുകൊണ്ട് ബിസിനസ് നടത്തി, എല്ലാം ഭംഗിയായി നടന്നു. അവസാനം പെട്ടി തുറന്നു നോക്കിയപ്പോൾ പെട്ടിയിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം എന്താ? ആത്മവിശ്വാസത്തിൻ്റെ കരുത്ത. ആ ആത്മവിശ്വാസത്തിൻ്റെ കരുത്തുമായി നിരവധി കോൺട്രാക്ട് വ്യക്തികൾ എടുത്ത് ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ കോടികളുടെ ബിസിനസ് നടത്തിക്കൊണ്ട് റെയിൽവേയുടെ പ്രിയ കോൺട്രാക്ടറായിട്ട് പാറൻ മാറി. ഇതാ പാറൻ വീണ്ടും ആലുവയിൽ വന്നു. ആരെ കാണാനാ? ഗുരുദേവനെ കാണാൻ വേണ്ടിയിട്ടാ. കഴിഞ്ഞ തവണ വിളിച്ചതെന്താ? എൻ്റെ പാറൻ വന്നു എന്ന് പറഞ്ഞിട്ടാ കയറ്റിവിട്ടത്. പക്ഷേ രണ്ടാമത് ഗുരുദേവനെ കാണാൻ വേണ്ടിയിട്ട് പാറൻ വന്നപ്പോൾ പാറനെ ഗുരു മൈൻഡ് ചെയ്തില്ല. പാറനെ കുറിച്ചിട്ട് ഒന്നും ചോദിച്ചില്ല. പാറൻ വന്നത് എങ്ങനെയാ? ഗംഭീരനായിട്ടാ ഉടുത്തിരുന്നത്. നല്ല കസവും ഉണ്ടായിരുന്നു, കസവ് നേരിയതായിരുന്നു. 2 ചെവിയിലും കടുക്കനുണ്ടായിരുന്നു, 10 കൈയിലും സ്വർണ്ണമോതിരം ഉണ്ടായിരുന്നു, നല്ല വലിയ സ്വർണ്ണമാല ഉണ്ടായിരുന്നു. കോടികൾ മിതവലിക്കുന്ന പാറൻ വന്ന് ഗുരുദേവൻ്റെ മുമ്പിൽ വന്നു. ഗുരുദേവൻ മൈൻഡ് ചെയ്തില്ല. പക്ഷേ അവസാനം ഒരു ചോദ്യം പാറനോട് ചോദിച്ചു, അർത്ഥഗർഭമായ ഒരു ചോദ്യം. പാറനോട് ചോദിച്ചത് എന്താണെന്നറിയാമോ? ആ സിലോണിൽ നിന്ന് വന്ന ആളാണോ എന്ന് ചോദിച്ചു. കാരണം അന്ന് പണമുണ്ടാക്കുവാൻ നമ്മൾ പോയിരുന്നത് കാനഡയിലായിരുന്നില്ല, അല്ലെങ്കിൽ UAE-യിലോ UK-യിലോ സൗദിയിലോ ഒന്നും ആയിരുന്നില്ല. അന്നത്തെ മലയാളിയുടെ പ്രധാനപ്പെട്ട പണനിർമ്മാണ കേന്ദ്രം അങ്ങ് സിലോൺ ആയിരുന്നു. ആ സിലോണിൽ പോയിട്ട് വന്നവരുടെ വേഷമാണ്. സത്യത്തിൽ പാറൻ പറയുന്നത് വാസവദത്തയെ കാണാൻ പോയ ചെട്ടിയാരുടെ വേഷമായിരുന്നു എനിക്ക്. അങ്ങനെ ആ ചെട്ടിയാരുടെ വേഷത്തിൽ നിന്ന പാറനെ ഒന്നും മൈൻഡ് പോലും ചെയ്തില്ല ശ്രീനാരായണ ഗുരുദേവൻ. എന്നിട്ട് പറഞ്ഞെന്താ? ലാളിത്യമാണ് ജീവിതത്തിൻ്റെ വലിപ്പമെന്ന് പറയുന്നത്. നീ ഉണ്ടാക്കുന്ന സമ്പാദ്യങ്ങളെല്ലാം സമൂഹത്തിന് പ്രയോജനപ്പെടുത്തുവാൻ വേണ്ടി കൂടിയുള്ളതാണ്. അവിടെ നിനക്കുണ്ടാവുന്നത് ജീവിതത്തിൻ്റെ ലാളിത്യമാണെന്ന് പഠിപ്പിച്ചു. അന്ന് പാറൻ തിരിച്ചു വീട്ടിലേക്ക് പോയതിന് ശേഷം അദ്ദേഹം ഉടുത്തിരുന്നത് ഒറ്റമുണ്ട് മാത്രമായിരുന്നു. കയ്യിലുണ്ടായിരുന്ന മുഴുവൻ സ്വർണ്ണമോതിരങ്ങളും എടുത്തു മാറ്റി. എന്നിട്ട് എന്തായി? ലാളിത്യമാണ് ജീവിതത്തിൻ്റെ ഭാഷ എന്ന് പഠിപ്പിച്ചുകൊണ്ട് ആ ലാളിത്യ ജീവിതത്തിൻ്റെ അവസാനം വരെയും ഈ പാറൻ ഇങ്ങനെ തുടർന്നു പോയിക്കൊണ്ടിരുന്നു. പാറ, നീ പിന്നെയും ഈ മഹാഗുരുവിനെ കണ്ടുവോ എന്ന് ചോദിച്ചു. പറഞ്ഞു, ഞാൻ പിന്നെ എൻ്റെ മഹാഗുരുവിനെ കണ്ടത് കൊക്കാലയിലെ എൻ്റെ അച്ഛൻ്റെ അനുജൻ കോന്നിമേശ്രീയുടെ വീട്ടിൽ വെച്ചിട്ടാ. കൊക്കാലയിലെ എൻ്റെ അച്ഛൻ്റെ അനുജൻ കോന്നിമേശ്രീയുടെ വീട്ടിൽ ഗുരുദേവൻ വന്നത് 2 ദിവസം താമസിക്കാനാണ് വന്നതിൻ്റെ പ്രധാന ഉദ്ദേശം അവിടെ ഇരുന്നൊരു ഫോട്ടോ എടുക്കണം. ഇന്നത്തെ സാഹചര്യമല്ലല്ലോ, ഫോട്ടോഗ്രാഫർ വന്നില്ല ആദ്യത്തെ ദിവസം.
അതുകൊണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. പിറ്റേന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കോന്നിമേശ്രീയുടെ വീട്ടിൽ ഫോട്ടോഗ്രാഫർ വന്നു. ഒരുപാട് ആളുകൾ ചേർന്നിട്ട് ചിത്രം പകർത്താൻ തയ്യാറായി. പാറൻ പറഞ്ഞു, എനിക്ക് ആ ഫോട്ടോയിൽ നിൽക്കാൻ അവസരം കിട്ടിയില്ല. പക്ഷേ ആ ഫോട്ടോയിൽ നിൽക്കാൻ അർഹതയില്ലാത്ത ഒരാൾ ചാടിക്കയറി നിന്നു. കോന്നിമേശ്രീ പറഞ്ഞ് നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷേ മഹാഗുരുവിൻ്റെ തിരുസാന്നിധ്യത്തിൽ നിന്ന ആ ഫോട്ടോയിൽ ഇദ്ദേഹം ചാടിക്കയറി നിന്നു. പക്ഷേ ഗുരു അവിടെ ഇരുന്നു കൊണ്ട് പറഞ്ഞു, എന്താ പറഞ്ഞത്? ഈ ഫോട്ടോ ചിത്രം പുറത്തു വരുമ്പോൾ ഈ ആളെ കാണണമെങ്കിൽ ഇത്തിരി പ്രയാസപ്പെടുമല്ലോ എന്ന് ഗുരുദേവൻ പറഞ്ഞു. ആ ചിത്രം പുറത്തു വന്നപ്പോൾ ഇയാൾ നിൽക്കുന്ന ഭാഗം മാത്രം എന്താ കറുത്തിരുണ്ടിരുന്നു. ആ മനുഷ്യനെ മാത്രം കാണുന്നില്ല. ഇത് പുരാണമല്ല, ചരിത്രമാ. നമിക്കുവിൻ സഹചരേ നിയതമി ഗുരുപഥം, നമുക്കിതിൽ പരം ദൈവം നിനക്കിലുണ്ടോ? ഗുരുവര്യൻ ഇതുപോലെ ലഭിക്കുമോ കുലത്തിന്? ഗുരുഭക്തി ഇല്ലാതാർക്കും കുശലമാമോ? ആ ചിന്തയിലേക്ക് കടന്നു വരുമ്പോഴാണ് 148 നമ്പർ പുതുപ്പള്ളി ഗുരുദേവ ക്ഷേത്രത്തിലെ ഈ മഹാഗുരുവിൻ്റെ ചൈതന്യം എന്താണ് എന്ന് മനസ്സിലാക്കുകയും എൻ്റെയും നിങ്ങളുടെയും പരമമായ പ്രാപ്യസ്ഥാനം ഈ മഹാഗുരുവിൻ്റെ സവിധമാണെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ്, സെക്രട്ടറി, ഈ 870 ശാഖകളിൽ എത്ര ആളുകൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്? 32ാമത് ശ്രീനാരായണ കൺവെൻഷനാണ് നടക്കുന്നത്. എൻ്റെ ഹൃദയത്തിലേക്ക് ചേതനയായി വികാരമായി ചേർത്ത് നിൽക്കേണ്ടത് എൻ്റെ ഈ മഹാഗുരുവിനെയാണ് പരമമായി എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ കൊണ്ട് പലിശക്കടം കൊണ്ട കാശിനാൽ കാശിക്ക് തീർത്ഥാടനം ചെയ്യുന്നവരായി, ഈ കാണുന്ന തീർത്ഥഗോപുരങ്ങളിലൂടെ മുഴുവൻ സഞ്ചരിക്കുന്നവരായി എൻ്റെയും നിങ്ങളുടെയും തലമുറ ഇന്ന് മാറുമ്പോൾ ഈ മഹാഗുരുവിൻ്റെ മുമ്പിലാണ് അണകവിയുന്നടലാടി ആഴുമെന്നിൽ പ്രണയമുദിച്ചു കവിഞ്ഞു പാരവശ്യാൽ അണികരമേകി അണഞ്ഞിടുന്ന നാരായണ ഗുരു നായകൻ എൻ്റെ ദൈവമല്ലോ എന്ന് ഹൃദയത്തിൽ കൈവച്ച് പറയാൻ കഴിയുന്ന അപ്പനും അമ്മയും മക്കളും ചേർന്ന എത്ര കുടുംബങ്ങൾ ഈ പുതുപ്പള്ളിയുടെ മണ്ണിൽ 3 പതിറ്റാണ്ടിനപ്പുറത്ത് ഈ കൂട്ടായ്മയുടെ വസന്തത്തിൽ ഗുരുദേവ ദർശനം ഇങ്ങനെ വാരി വാരി പുണർന്നു പറയുമ്പോൾ ഉണ്ടാവുന്നുവെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് പ്രായോഗിക ജീവിതത്തിൻ്റെ ആത്മീയ ഭൗതിക മേഖലയിലെ സാക്ഷാത്കാരമായി അവതരിപ്പിക്കുമ്പോഴാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ കൂട്ടായ്മയുടെ വസന്തം അങ്ങനെ അതിൻ്റെ പൂർണ്ണതയിലേക്ക് കടന്നു പോകുക എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അങ്ങനെയാണ് പാറൻ പറഞ്ഞത്, എൻ്റെ ഗുരു ഇങ്ങനെയൊക്കെയാ, എന്നെ ലാളിത്യം പഠിപ്പിച്ചത് എൻ്റെ ഗുരുവാണ്, എന്നെ ഈ സമ്പന്നനാക്കിയത് എൻ്റെ ഗുരുവാണ്, ലോകത്തെ വേണ്ട രീതിയിൽ കാണാൻ എന്നെ പഠിപ്പിച്ചത് എൻ്റെ ഈ മഹാഗുരുവിൻ്റെ ചൈതന്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഈ 16,111 രൂപയും അതിൻ്റെ പലിശയും ആത്മസമർപ്പണം ചെയ്യാൻ ഞാൻ തീരുമാനിച്ചതെന്ന് ഏതാണ്ട് 4 മണി സമയത്ത് രാത്രിയിൽ എപ്പോഴും ആരംഭിച്ച ചർച്ച ഗീതാനന്ദ സ്വാമിജിയും MP മൂത്തേട്ടൻ എന്ന പാറവും ഇങ്ങനെ ചേർന്ന് നിന്നുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ 4 മണിയായപ്പോൾ പാറൻ പറയുകയാണ്, ഇതാണ് എൻ്റെ ഗുരു എന്ന്. ഉടനെ ഈ പാറനോട് ഗീതാനന്ദ സ്വാമിജി പറഞ്ഞു, പാറ, ലോകമുള്ള കാലത്തോളം ശ്രീനാരായണ ഗുരുദേവൻ്റെ സത്യദർശനം നിലനിൽക്കും. ആ ലോകമുള്ള കാലത്തോളം നിലനിൽക്കുന്ന മറ്റൊരാളുണ്ട്. അതാരാണ്? മഹാകാവ്യം എഴുതാത്ത മഹാകവിയായ കുമാരനാശാന, അല്ലേ? നമ്മുടെ എല്ലാം ഹൃദയത്തിലേക്ക് ശ്രീനാരായണ ഗുരുദേവൻ പ്രവേശിക്കുന്നത് പ്രമമായും ആശാനിലൂടെയാണ്, ആശാന്റെ കവിതകളിലൂടെയാണ്. ആ ആശാന്റെ മഹാകവി ലോകമുള്ള കാലത്തോളം നിലനിൽക്കുന്ന ശ്രീനാരായണ ഗുരുദേവൻ്റെ മഹാനായ ആ ശിഷ്യനായിട്ട് മാറുമെന്ന് പറഞ്ഞു. പാറ, ശ്രീനാരായണ ഗുരുദേവനോടും ആ കുമാരനാശോനോടുമൊപ്പം 3ാമതൊരാൾ കൂടി ലോകമുള്ള കാലത്തോളം നിലനിൽക്കണം. അപ്പോൾ പാറൻ ചോദിച്ചു, ആരാണ് സ്വാമി അത്? ഉടനെ പാറനോട് പറഞ്ഞു, പാറ, ആ 3ാമത്തെ ആള് ശ്രീനാരായണ ഗുരുദേവൻ്റെ ഭക്തനായി ലോകമുള്ള കാലത്തോളം നിലനിൽക്കേണ്ടത് പാറ നീ തന്നെയാണ് എന്ന് പറഞ്ഞപ്പോൾ ഈ ഗീതാനന്ദ സ്വാമിജിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കണ്ണുനീർ വാർത്തുകൊണ്ട് ഈ പാറനും ഗീതാനന്ദ സ്വാമിജിയും ഒന്നായി ചേർന്നു, അലിഞ്ഞു ചേർന്നു എന്നാ ചരിത്രം പറയുന്നത്. അങ്ങനെ നിന്നപ്പോൾ കരഞ്ഞുകൊണ്ട് പാറൻ പറഞ്ഞു, അതിനുള്ള എന്തു മഹിമാവാണ് സ്വാമിജി എനിക്കുള്ളത്. കാരണം എന്താ? ശ്രീനാരായണ ഗുരുദേവൻ ആത്മചൈതന്യ പുരുഷനാ, പ്രകൃതിയെ നിയന്ത്രിക്കുവാൻ കഴിവുള്ളവനാണ്, ലോകത്തെ അടക്കുവാൻ കഴിവുള്ളവനാണ് ശ്രീനാരായണ ഗുരുദേവൻ. മഹാകവി കുമാരനാശാനാണെങ്കിലോ ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനത്തിൻ്റെ ഉത്തമമായ മാതൃകയാണ്. അങ്ങനെയുള്ള അവർക്ക് ഒപ്പം നിൽക്കുവാൻ ഈ പാവപ്പെട്ട റെയിൽവേ കോൺട്രാക്ടറായിട്ടുള്ള എനിക്ക് എങ്ങനെയാ സാധിക്കുക എന്ന് ചോദിച്ചപ്പോൾ ഈ ഗീതാനന്ദ സ്വാമിജി MP മൂത്തോട്ടോട് പറഞ്ഞു. എന്താ പറഞ്ഞറിയാമോ? പാറ,
ആ മഹാസമാധിയിൽ ഒരു കല്ലുപോലും പാറൻ്റേതല്ലാതെ വീഴാൻ പാടില്ല. മഹാസമാധി മണ്ഡപത്തിൻ്റെ മുഴുവൻ പണികളും ആര് തന്നെ നിർവഹിക്കണം? ഈ പാറൻ തന്നെ നിർവഹിക്കണം. പാറൻ എന്തു പറയണമെന്നറിയില്ല, കാരണം പാറൻ ആഗ്രഹിച്ചതാ. പക്ഷേ മഹാസമാധി പീഠം പണിയാൻ 10, 20, 30 വർഷമെടുത്ത്, അല്ലെങ്കിൽ 2024 ഞാനും നിങ്ങളുമൊക്കെ ചേർന്ന് ചെയ്യുമെന്ന് ആ സ്വാമിക്കറിയാം. പക്ഷേ പാറൻ തന്നെയായിരിക്കും അത് ചെയ്യണം. കാരണം ഇതെന്താ? ശ്രീനാരായണ ഗുരുദേവൻ നൽകിയ മാതൃകയാ. നിനക്കുള്ളത് നമുക്കും നമുക്കുള്ളത് നിനക്കുമെന്നാണ് ശ്രീനാരായണ ഗുരുദേവൻ പാറനെ പഠിപ്പിച്ചത്. പാറൻ പറഞ്ഞു, ഞാനിത് ഏറ്റെടുക്കുവാൻ സന്നദ്ധനാ. അങ്ങനെ ആ പാറൻ എന്തു ചെയ്തു? പാറൻ തന്നെ ഏറ്റെടുത്തു മഹാസമാധി പീഠത്തിൻ്റെ പണി. അന്ന് തന്നെ തൻ്റെ കോൺട്രാക്ടറായ സുബ്രഹ്മണ്യ അയ്യരെയും തൻ്റെ ആർക്കിടെക്റ്റിനെയും ഒക്കെ വിട്ടു. വിട്ട് എന്ത് ചെയ്തു? ഈ മഹാസമാധി മണ്ഡപത്തിൻ്റെ പണി ഊർജ്ജസ്വലമായിട്ട് നടത്താൻ തീരുമാനമെടുത്തു. അപ്പോൾ ഓർക്കുക, വിവാദങ്ങൾക്ക് അന്നും പഞ്ഞൊന്നും ഉണ്ടായിരുന്നില്ല. അന്നും ഇതുപോലെ യൂട്യൂബ് ചാനലൊന്നും ഇല്ലായിരുന്നുവെങ്കിലും ഒരുപാട് പത്രങ്ങളും പ്രശ്നക്കാരും ഉണ്ടായിരുന്നു. ഇതിനെതിരായിട്ട് വലിയൊരു വിഭാഗം ജനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ശ്രീനാരായണ ദർശനം പറയുമ്പോൾ ഗുരുദേവന് വേണ്ടി അങ്ങനെ ഒരു മാതൃക അവിടെ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞ വലിയ വിവരമുള്ള ബുദ്ധിജീവികളും ഈ രാജ്യത്തുണ്ടായിരുന്നു. അവിടെ പാറൻ എല്ലാ എതിർപ്പുകളെയും അവഗണിച്ചുകൊണ്ട് ആ പ്രവർത്തനം ഏറ്റെടുത്തു. അങ്ങനെ പാറൻ ശിവഗിരിയിൽ മഹാസമാധി പീഠത്തിൻ്റെ പണികൾ കാണാൻ തിരക്കു പിടിച്ച് ഇന്ത്യയിലെ റെയിൽവേ കോൺട്രാക്ടർ വന്നുകൊണ്ടിരുന്നു. ഒരു ദിവസം വന്നപ്പോൾ രാമൻ മേസ്ത്രിയുടെ നേതൃത്വത്തിൽ പണികൾ പുരോഗമിക്കുക. അപ്പം മുകളിലേക്ക് പൊങ്ങാൻ സമയമായോ രാമൻ മേസ്ത്രി എന്ന് ചോദിച്ചപ്പോൾ ഇനിയും കുറച്ച് പണികളുമുണ്ട്. രാമൻ മേസ്ത്രിക്കെതിരെ ഒരു വിഭാഗം ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ആ സമയത്ത് പെട്ടെന്ന് രാമൻ മേസ്ത്രി ഇനിയും തീരാനുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ആ മഹാസമാധിയിൽ ബോധം കെട്ട് വീണു. അവിടെ വെച്ചിട്ട് രാമൻ മേസ്ത്രി മരിച്ചു, അവിടെ വീണു. ഈ മൂത്തേടെ ആകെ ഭയപ്പെട്ടു പോയി. ഗീതാനന്ദ സ്വാമിജിയും സന്യാസിമാരും ഒക്കെ ഭയപ്പെട്ടു പോയി. പിറ്റേന്ന് തൊടുത്ത് വാർത്തകൾ പരക്കാൻ തുടങ്ങി. ശിവഗിരിയിലെ ഈ പണി തുടങ്ങി രാമൻ മേസ്ത്രി അവിടെ വെച്ച് മരിച്ചു, വലിയ ദുരന്തമാണ്, ദുശകനമാണെന്നൊക്കെ പറഞ്ഞു. അവസാനം ജ്യോത്സ്യത്തിലൊക്കെ കമ്പമുണ്ടായിരുന്ന ഇവരിൽ ചിലർ ചേർന്നിട്ട് ഇന്ത്യയിലെ പ്രഗത്ഭരായ ജ്യോത്സ്യന്മാരെ വെച്ചിട്ട് പ്രവചനം നടത്തി. അപ്പോൾ അവർ പറഞ്ഞു, ഇത് ഏറ്റവും പുണ്യമായിട്ടുള്ള മരണമാണ്. കാരണം എന്താ? ലോകത്ത് ശരീര ചൈതന്യമായി പിറവിയെടുത്ത ആത്മസ്വരൂപന്റെ ആ തിരുസന്നിധിയിൽ മഹാസമാധിയിൽ അവിടെ വെച്ച് മരണം പ്രാപിച്ചത് ഏറ്റവും വലിയ പുണ്യമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ രാമൻ മേസ്ത്രിയുടെ മകൻ സുകുമാരൻ മരണവാർത്ത കഴിഞ്ഞ് പിറ്റേന്ന് അടക്കമൊക്കെ കഴിഞ്ഞിട്ട് ശിവഗിരിയിൽ വന്നു. ശിവഗിരിയിൽ വന്നിട്ട് ഈ മൂത്തേടത്തിനെയും സ്വാമിമാരെയും ഹൃദയത്തിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ അച്ഛൻ ഇത്ര വലിയ പുണ്യവാനാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. എൻ്റെ അച്ഛനുണ്ടല്ലോ രാമൻ മേസ്ത്രി, അദ്ദേഹം എല്ലാ ദിവസവും ജീവിതം ആരംഭിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവന്റെ ചിത്രത്തിൽ ആരതി ഒഴിഞ്ഞുകൊണ്ടാണ്. നമ്മൾ ഓർക്കുക, നമ്മൾ ഈ മഹത്തായിട്ടുള്ള ക്ഷേത്രസന്നിധിയിലേക്ക് വന്ന് ശാന്തിജൻ 108 പുഷ്പാഞ്ജലി മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ ആ കതകു തുറക്കുമ്പോൾ നമ്മൾ നിൽക്കുന്ന ഒരു ആത്മസായുജ്യത്തിൻ്റെ അവസ്ഥയിൽ എല്ലാ ദിവസവും രാവിലെ ആരംഭിക്കുകയായിരുന്നു നമ്മുടെ രാമൻ മേസ്ത്രി. ആ രാമൻ മേസ്ത്രി എന്ത് ചെയ്തു? ഗുരുവിൻ്റെ പദങ്ങളിലേക്ക് പ്രാപിച്ചു. ഭഗവത്ഗീതയിൽ ഭഗവാൻ കൃഷ്ണൻ അർജുനോട് പറയുന്നുണ്ട്, അർജുന, നീ ഒരു മനുഷ്യനാണ് എന്ന് പറഞ്ഞല്ലോ, നീ കാമവും ക്രോധവും ലോഭവും മോഹവും മതവും മാത്സര്യവും ഒക്കെയുള്ള ഒരു സാധാരണ പഞ്ചേന്ദ്രിയങ്ങളോട് കൂടിയ മനുഷ്യനാണെന്നല്ലോ പറഞ്ഞല്ലോ. നിനക്ക് എന്നെ എങ്ങനെ പ്രാപിക്കാമെന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ അതിന് മറുപടിയായി അർജുന, ഞാൻ നിന്നോട് പറയുന്നു, അന്തകാലേച്ച മാമേവ സ്മരൻ മുക്ത്വാ കളേബരം അഹപ്രയാതി സമദ്ഭാവം യാതിനാസ്ത്രത്യ സംശയ. ഒരു സംശയവും വേണ്ട അർജുന, നീ നിരന്തരമായി എന്നെ സ്മരിച്ചുകൊണ്ട് എൻ്റെ ചിന്തയിലാണ് നീ ജീവിക്കുന്നതെങ്കിൽ നിന്റെ ഈ നശ്വരമായ ശരീരം ഉപേക്ഷിക്കുമ്പോൾ നീ എന്നെ തന്നെ പ്രാപിക്കും. ഭഗവത്ഗീതയിൽ കൃഷ്ണൻ അർജുനോട് പറഞ്ഞതാ. ഇത് മനസ്സിലാക്കുവാൻ അങ്ങ് ഗീത പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. മഹാസമാധി പീഠത്തിൽ എന്നും രാവിലെ എണീക്കുമ്പോൾ കുളിച്ച് ജപാധിയോട് കൂടിയിട്ട് ശ്രീനാരായണ ഗുരുദേവന്റെ മുമ്പിൽ ആരതി ഒഴിഞ്ഞ ജീവിതമായ രാമൻ മേസ്ത്രി ആ ഗുരുവിൻ്റെ മഹാസമാധിയിൽ വീണു മരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഇതാ, ഇതിനേക്കാൾ ചൈതന്യമുള്ള ജീവിതം ഞങ്ങൾക്ക് എങ്ങനെ ലഭിക്കുമെന്ന് അദ്ദേഹത്തിൻ്റെ മകൻ സുകുമാരൻ ഉൾപ്പെടെ ആളുകൾ ആ മഹാസമാധി പീഠത്തിൽ വന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കുക, ഈ ഗുരുവിനെ ആശ്രയിച്ചാൽ, ഈ ഗുരുവിൻ്റെ ചിന്തയുമായി സമൂഹത്തിൻ്റെ കർമ്മരംഗത്തിലേക്ക് നാം ഇറങ്ങിയാൽ ആ ഗുരുപദത്തെ ഞാനും നിങ്ങളും പ്രാപിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതിനുദാഹരണമായിട്ട് നമ്മുടെ രാമൻ മേസ്ത്രി ഇവിടെ നിൽക്കുക. അങ്ങനെ പടികൾ വീണ്ടും വീണ്ടും പുരോഗമിച്ചു കൊണ്ടിരുന്നു.
പുരോഗമിച്ചുകൊണ്ട് ആ മഹാസമാധി പീഠത്തിൻ്റെ 1-ാം നില രൂപകൽപ്പന ചെയ്യുന്ന സമയത്താണ് ഒരു ആലോചന വന്നത്. ഈ മഹാസമാധി മണ്ഡപത്തിൽ എന്താ പ്രതിഷ്ഠിക്കേണ്ടത്? കമ്മിറ്റി കൂടി. ആ കമ്മിറ്റിയിൽ വലിയ വിവരമുള്ളവർ പറഞ്ഞെന്താണെന്നറിയാമോ? ശ്രീനാരായണ ഗുരുദേവൻ്റെ മഹാസമാധി പീഠത്തിൽ നമുക്കൊരു മാർബിൾ വെക്കാമെന്ന്. മാർബിളിൽ ശ്രീനാരായണ ഗുരുദേവൻ ജനനം ഇന്ന വർഷം, മഹാസമാധി ഇന്ന വർഷമെന്ന് എഴുതിയിട്ട്, ഇന്നത്തെ മഹാസമാധി വീടുണ്ടല്ലോ അവിടെ ഒരു വലിയ മാർബിളിൽ എഴുതി വെക്കാമെന്ന് ഒരു കൂട്ടർ പറഞ്ഞു. ഉടനെ മറ്റൊരു കൂട്ടർ വേണ്ട, നമുക്കൊരു താമര വെക്കാം. ആ താമര കൊണ്ട് നമുക്ക് അവിടെ ഇങ്ങനെ വെക്കാം. എവിടെയാ? മഹാസമാധി പീഠത്തിൽ. ഉടനെ മറ്റൊരു കൂട്ടർ പറഞ്ഞു, നമുക്ക് കറങ്ങുന്ന ഒരു ലൈറ്റ് ഇടാം, പ്രകാശമല്ലേ ഗുരു, അതുകൊണ്ട് കറങ്ങുന്ന ഒരു ലൈറ്റ് ഇടാം. 3 അഭിപ്രായങ്ങൾ വന്നു. അങ്ങനെ ചർച്ചകൾ മുമ്പോട്ട് പോയപ്പോൾ ഈ പാറനോടും അഭിപ്രായങ്ങൾ ചോദിച്ചു. ഉടനെ പാറൻ പറഞ്ഞു, എനിക്കവിടെ ഒരു വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നതിനോടാണ് താല്പര്യമെന്ന് പറഞ്ഞു. കാര്യം എന്താ? ഇന്ന് ശ്രീനാരായണ ഗുരുദേവനെ പൂജിക്കുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞുള്ള നിരന്തരമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഈ രാജ്യത്ത് നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ ഈ വലിയ മധുരമിഠായിയിൽ എന്നെയും നിങ്ങളെയും ഗുരുദേവ ദർശനം പഠിപ്പിക്കുന്നവരും പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ഞാൻ പറയട്ടെ, ഇവിടെ ശ്രീനാരായണ ഗുരുദേവൻ്റെ ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രമുള്ളത് കൊണ്ടുള്ള വ്യത്യാസം എന്താ? ആ ക്ഷേത്രമുള്ളത് കൊണ്ടാണ് ഈ ഓഡിറ്റോറിയം ഇങ്ങനെ ഉണ്ടായത്. ഇനിയും ഇവിടെ കരകരമാകുവാൻ പോകുന്ന ഒരുപാട് വികസനങ്ങളിൽ നാളെ സംഭവിക്കുവാൻ പോകുന്നതും ക്ഷേത്രമുള്ളത് കൊണ്ട് തന്നെയാണ്. കാരണം എന്താ? എന്നെയും നിങ്ങളെയും പോലെയുള്ള സാധാരണ ഭക്തരെ സംബന്ധിച്ചിടത്തോളം ആ സങ്കല്പമൂർത്തിയിലേക്ക് കടന്നു വരണമെങ്കിൽ ഒരു വിഗ്രഹം നമുക്ക് ചിന്തകളിൽ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ആ വിഗ്രഹത്തിലൂടെ മാത്രമേ അടിസ്ഥാന പ്രമാണത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ശാഖയുടെ പ്രസിഡന്റ് വന്ന് ഗുരുദേവൻ്റെ ഒരു വചനമെടുത്തിട്ട് ഇത് നമുക്ക് പ്രാവർത്തികമാക്കാമെന്ന് ചോദിക്കുന്ന പ്രസിഡന്റ് അല്ലെങ്കിൽ ഉണ്ടാവത്തില്ല. ആ പ്രസിഡന്റ് ഒരുപക്ഷെ ഇവിടെ വരുന്നത് 4 കാലിലാവും. കാര്യം എന്താ? ഇവിടെ ഒരു ചൈതന്യം ഇരിക്കുന്നു. ആ ചൈതന്യം ഉണ്ടാക്കിയ മാറ്റമാ ഈ ഇരിക്കുന്നവരൊക്കെ. വനിതാ സംഘത്തിൻ്റെ പ്രസിഡന്റ് സെറ്റുമെടുത്ത് സെറ്റപ്പായി വന്നിരിക്കുന്നത് എന്തുകൊണ്ടാ? ആ ചൈതന്യമുള്ളത് കൊണ്ടാ. കുറിച്ച് കുഴിയും തൊട്ട് ഞാനും നിങ്ങളിവിടെ വന്നിരിക്കുന്നത് എന്തുകൊണ്ടാ? ഈ യോഗ കെട്ടിടത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയും വരുന്ന ഒരു കാലഘട്ടം പതിറ്റാണ്ടുകൾക്കപ്പുറം ഉണ്ടായിരുന്നു. അതൊക്കെ ഇന്ന് മാറിയിരിക്കുന്നു. 40-50 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ ആയിരുന്നില്ല സ്ഥിതി. എനിക്കറിയാം, കുടുംബയോഗമൊക്കെ തുടങ്ങുന്ന സമയത്ത് ഒരു ശാഖയുടെ പ്രസിഡന്റ് ശാഖയിൽ ചെന്നപ്പോൾ പറയുക, തീപ്പെട്ടി ഇങ്ങ് വരാൻ പറഞ്ഞു. ഞാനോർത്ത് വിളക്ക് കത്തിക്കാനാന്ന് നോക്കുമ്പോൾ അദ്ദേഹം തിരിഞ്ഞു നിന്നിട്ട് ഒരു സിഗരറ്റ് എടുത്ത് 2 പുക വഴിക്കുക. കാരണം എന്താ? സംസ്കാരത്തിലുണ്ടാകേണ്ട മാറ്റങ്ങൾ എന്ന് പറയുന്നത്. ആ സംസ്കാരത്തിലുണ്ടാകുന്ന മാറ്റമുണ്ടാക്കിയത് ഏതാണ്? ഷെദാൽ ത്രായത ഇത് ക്ഷേത്ര. ആ ക്ഷേത്രങ്ങൾ ഉണ്ടായത് കൊണ്ടല്ലേ ഈ ഗുരുവിനറിയില്ലായിരുന്നോ ഞാനും നിങ്ങളും ഈ ഗുരുവിനെ പൂജിക്കുമെന്ന്? എന്തുകൊണ്ടാ ഈ പറയുന്ന യുക്തിവാദികൾ മനസ്സിലാക്കാത്തത്? ലോകത്തിൽ ഏറ്റവും അധികം വിഗ്രഹങ്ങളെ എതിർത്ത, എനിക്ക് മുമ്പിലും എനിക്ക് പിന്നിലും ജാതിയില്ല എന്ന് പ്രഖ്യാപനം ചെയ്തുകൊണ്ട്, ലോകത്തെല്ലാവരും സമന്മാരാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ജാതി ചിന്തയ്ക്കും വിഗ്രഹ നിഷേധത്തിനുമെതിരായി ഇന്ത്യ ആകമാനം പോരാടിയ സന്യാസിവര്യനായ ബോധാനന്ദഗിരി ഗുരുദേവന്റെ മുമ്പിൽ വരികയും ലോകത്തെ ഏറ്റവും അധികം വിഗ്രഹങ്ങൾ എതിർത്ത ഒരു സന്യാസി തന്നെയല്ലേ 1926 ശ്രീനാരായണ ഗുരുദേവൻ സ്വശരീരനായിരിക്കുമ്പോൾ ഗുരുദേവന്റെ ആ മഹത്തായ വിഗ്രഹം തലശ്ശേരിയിൽ ജഗന്നാഥനോട് ചേർന്ന് പ്രതിഷ്ഠിച്ചത്? ഇതിനെക്കുറിച്ച് ഗുരുവിന് അറിയാമായിരുന്നല്ലോ. ആ ഗുരു എന്തുകൊണ്ടാണ് എന്നാൽ നമ്മുടെ വിഗ്രഹം പ്രതിഷ്ഠിക്കണ്ടെന്ന് പറഞ്ഞത്? എൻ്റെയും നിങ്ങളുടെയും പത്രത്തിൻ്റെ മുഖവാചകമായി വന്നില്ലേ? ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട് എന്ത്? ഗുരുദേവനെ പൂജിക്കരുതെന്ന്. നമ്മൾ ഓർക്കണം, ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട് ഗുരുദേവനെ പൂജിക്കരുത് എന്ന്. പത്രത്താളുകളുടെ മുഖ്യ ഖണ്ഡികയായി വരുന്ന ഈ ഡിസംബറിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അവിടെ ഇത് പറയാതിരിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ആ ഗുരു സ്വശരീരനായിരുന്നപ്പോൾ തന്നെ അഗ്രപൂജാർക്കനായിരുന്നു. ഗുരുവിൻ്റെ ഭാഷ ഇന്ന് ലോകത്തിൻ്റെ മറ്റു കോണുകളിൽ നിന്നുകൊണ്ട് ദൈവദശകം ചൊല്ലുമ്പോൾ ആ ആരാധനാമൂർത്തികളൊക്കെ ലോകത്തിൻ്റെ ആരാധനാപാത്രങ്ങളായി വരുമ്പോൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലല്ല. ആ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൻ്റെ നൂറ്റാണ്ടുകൾക്കപ്പുറത്താണ് ഇന്ന് സംഘടിതമായി ലോകത്തെ ഭരിക്കുന്ന മതദർശനങ്ങൾ ഉണ്ടായതെന്നും പ്രവർത്തിച്ചതെന്നും നാം മനസ്സിലാക്കുമ്പോഴാണ് അരുളിൻ്റെയും അനുകമ്പയുടെയും പ്രവാചക സ്വരൂപനായിട്ടുള്ള ശ്രീനാരായണ ഗുരുദേവൻ സ്വശരീരനായിരുന്നപ്പോൾ തന്നെ വിഗ്രഹ പൂജിതനായിരുന്നുവെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ആ ഗുരുവിൻ്റെ മഹാസമാധി പീഠത്തിൽ മാർബിൾ വെക്കാമെന്നും കറങ്ങുന്ന ലൈറ്റ് വെക്കാമെന്നും അവിടെ ഒരു താമര വെക്കാമെന്നും ഒക്കെയാണ് തീരുമാനങ്ങൾ വന്നത്. അവസാനം അതൊക്കെ തിരുത്തി
സ്കെച്ചും പ്ലാനുമായിരിക്കുന്നു ആ മഹാശിവഗിരിക്ക്. ആരാ സ്കെച്ച് പ്ലാനും തയ്യാറാക്കിയ ആർക്കിടെക്ട്? നമുക്കറിയാം, ML ചിറ്റിലെ എന്ന് പറയുന്ന അന്ന് ഭാരതം കണ്ട ഏറ്റവും വലിയ ആർക്കിടെക്റ്റുകളിൽ ഒരാളായ MR ചിറ്റിലെ. ആ MR ചിറ്റിലയുടെ വീട് മദ്രാസിലായിരുന്നു. ആ മദ്രാസിൽ നിന്ന് അദ്ദേഹത്തെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന അക്കാലത്ത് കേരളത്തിലെ ഏറ്റവും വലിയ ഹോട്ടൽ എന്ന് പറയുന്നത് തിരുവനന്തപുരത്തുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഹോട്ടൽ. ആ ഹോട്ടലിൽ വന്നിട്ടാണ് ചിറ്റലയെ താമസിക്കുന്നത്. ആ ഹോട്ടലിൽ ഇപ്പോൾ ഒരു കാപ്പി കുടിക്കണമെങ്കിൽ ഒരു കാപ്പിക്ക് 250 രൂപയിലധികമാണ്. ഒരു വടക്ക് 250 രൂപയാണ്. ഒരു കാപ്പിയും വടയും കുടിക്കണമെങ്കിൽ 500 രൂപ വേണം നമ്മുടെ തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിൽ. ആ മസ്കറ്റ് ഹോട്ടലിലാണ് MR ചിറ്റിലയെ കൊണ്ട് താമസിപ്പിച്ചത്. ഫ്ലൈറ്റിലാണ് വന്നത്. ആ ഫ്ലൈറ്റിൽ വന്ന് ശിവഗിരിയിൽ വന്ന് ശിവഗിരിയുടെ പൂർണ്ണമായ മാതൃക മോഡൽ തയ്യാറാക്കി ശിവഗിരിയിൽ പ്രതിഷ്ഠിച്ചിട്ട് തിരിച്ച് മദ്രാസിലേക്ക് ചെന്നപ്പോൾ ഒരു വലിയ വാർത്തയുണ്ടായി. എന്താണെന്നറിയാമോ? MR ചിറ്റലയെ ഒരു ഭാരതീയ വ്യക്തിക്ക്, ഒരു ഭാരതീയ പൗരന് ലോകത്തിൽ നൽകാവുന്ന ഏറ്റവും വലിയ അംഗീകാരമായ പത്മഭൂഷൺ MR ചിറ്റലയ്ക്ക് ലഭിച്ചു. എവിടെയാ? ശ്രീനാരായണ ഗുരുദേവന്റെ ആ ശിവഗിരി മഹാസമാധി പീഠത്തിന്റെ സ്കെച്ച് തയ്യാറാക്കി ആ ഗുരുവിന്റെ മുമ്പിൽ മഹാസമാധിയിൽ സമർപ്പിച്ചിട്ട് തിരിച്ചു മദ്രാസിലേക്ക് ചെന്നപ്പോൾ MR ചിറ്റിലേക്ക് ഒരു ഭാരതീയ പൗരന് ഭാരതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരം കിട്ടി. ആ MR ചിറ്റിലെ ലോകത്തോട് വിളിച്ചു പറഞ്ഞ എന്താ അറിയാമോ? പത്മഭൂഷൺ MR ചിറ്റിലെ എന്നറിയപ്പെടാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ എന്താ? ശ്രീനാരായണ ഗുരുദേവന്റെ മഹാസമാധി പീഠം രൂപകൽപ്പന ചെയ്ത ആർക്കിടെക്ട് എന്ന് എൻ്റെ ഈ ജീവിതത്തിൻ്റെ അന്ത്യം വരെയും അറിയുവാനാണ് ഈ ഉള്ളവൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയുമ്പോഴാണ് ഈ ഗുരുവിൻ്റെ കനം എന്താ, ഈ ഗുരുവിൻ്റെ മഹത്വം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. അങ്ങനെ അമ്പരചുംബിയായിട്ടുള്ള ആ മഹാസമാധി പീഠത്തിൻ്റെ രൂപകൽപ്പന ലോകം കണ്ട മഹാനായ ആർക്കിടെക്റ്റിലൂടെ പിറവിയെടുത്തു. ഇനി എന്താ അവിടെ വേണ്ടത്? പൂജിക്കാൻ വേണ്ടിയിട്ട് മാർബിളല്ല, കറങ്ങുന്ന ലൈറ്റല്ല, താമരയല്ല വേണ്ടത്. പിന്നെ എന്താ? ഒരു സമൂഹത്തെ ആകമാനം സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ലോകമുള്ള കാലത്തോളം നിലനിൽക്കുന്ന സത്യദർശനം ലോകത്തിന് നൽകിയ, രവീന്ദ്രനാഥ ടാഗോറിനെ തിരുത്തിയ, നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ഹൃദയത്തെ തിരുത്തിയ ലോകത്തിൻ്റെ ചൈതന്യ പുരുഷനായ ശ്രീനാരായണ ഗുരുദേവനെ എനിക്കും നിങ്ങൾക്കും ലോകമുള്ള കാലത്തോളം പൂജിക്കുവാൻ വേണ്ടിയിട്ട് ശിവഗിരിയിൽ ഗുരുദേവന്റെ ഒരു വിഗ്രഹം പ്രതിഷ്ഠിക്കണം. അതിനെ ആരതി ഒഴിഞ്ഞുകൊണ്ട് ഓം ശ്രീനാരായണ പരമഗുരുവേ നമ, ഓം സംസാരത്താപ ശമനായ നമഃ, ഓം മനുഷ്യ വിഗ്രഹായ നമഃ, ഓം സത്വഗുണോത്തമായ നമഃ, ഓം പ്രകൃഷ്ടാത്മനെ നമഃ, വീതരാഗ ഭയക്രോധ ശോകമോഹ മാനസായ നമഃ, അവ്യായ നമഃ, നിർമ്മലായ നമഃ, നിഗമാന്തജ്ഞായ നമഃ. ഒരു വൈദികം ഫ്രണ്ടിലിരിക്കുന്നതുകൊണ്ടാണെന്ന് അറിയത്തില്ലേ പുഷ്പാഞ്ജലി മന്ത്രമൊക്കെ ഇങ്ങനെ വരുന്നത്? അഖണ്ഡ സച്ചിദാനന്ദ സ്വരൂപായ നമ എന്ന് പറഞ്ഞുകൊണ്ട് ലോകമുള്ള കാലത്തോളം പ്രാർത്ഥിക്കുവാൻ ഇന്ന് പോകുന്നത് ഒരു സമുദായത്വമാണ് 90%. നാളെ സമുദായത്തിന്റെ പരമ്പരകൾക്കപ്പുറത്തേക്ക് പിണറായി വിജയനും ചാണ്ടിയുമ്മനുമൊക്കെ ആ മഹാസമാധി പീഠത്തിൽ വന്നിരുന്നു കൊണ്ട് ദണ്ഡനമസ്കാരം നടത്തുമെന്ന് ത്രികാലദർശിയായ മഹാഗുരുവിനറിയാം. അവിടെ വേണ്ടത് ഗുരുവിൻ്റെ ഒരു വിഗ്രഹമാണെന്ന് തീരുമാനിച്ചു. അങ്ങനെ ആ വിഗ്രഹം ആര് പണിയുമെന്നുള്ള ചിന്തയായി. അങ്ങനെ അന്വേഷിച്ച് ലോകം കണ്ട ഒരു ശില്പിയെ കിട്ടി. ആ ശില്പിയുടെ പേരാണ് പാർശ്വനാഥ മുഖർജി. ആ പാർശ്വനാഥ മുഖർജി കൽക്കട്ടക്കാരനാണ്, താമസിക്കുന്നത് കാശിയിലാണ്. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ആത്മചൈതന്യത്തിൻ്റെ തേജോമയ രൂപമാണ് കാശി എന്ന് പറയുന്നത്. ഈ ശരീരം എന്ന് പറയുന്നത് നശ്വരമാണെന്നും ഈ നശ്വരമായ ശരീരത്തിനപ്പുറത്ത് അനശ്വരമായൊരു പ്രതീകമുണ്ടാകുന്നത് കാശിയെ പ്രാപിക്കുമ്പോഴാണെന്ന് പറഞ്ഞ് വലിയ സമ്പന്മാരുൾപ്പെടെയുള്ള ആളുകൾ മരിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സ്ഥലമായിരുന്നു കാശി എന്ന് പറയുന്നത്. എന്താ? പുനർജന്മം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാ. ശ്രീഭൂവിൽ അസ്ഥിരം അസംശയം എന്നു നിന്റെ ആഭൂതിയങ്ങ് പുനരിങ്ങ് കിടപ്പിതോർത്താൽ ഈ നശ്വരമായ ശരീരം ഉപേക്ഷിക്കുമ്പോൾ അതിന് അനശ്വര നൽകുവാൻ ലോകത്തിൻ്റെ പുണ്യകേന്ദ്രമായി പ്രഖ്യാപനം ചെയ്ത കാശി, ആ കാശിയുടെ മണ്ണിൽ ഈ ലോകത്തിൻ്റെ ശില്പി പാർശ്വനാഥ മുഖർജി ജീവിക്കുക. അവിടെ ചെന്ന് പാർശ്വനാഥ മുഖർജിയെ കണ്ടിട്ട് സന്യാസിമാരെന്ത് ചെയ്തു? ആ പോയ സംഘം ചെയ്തു. എന്താ? ഒരു കരാറുറപ്പിച്ചു. എൻ്റെ ഗുരുവിൻ്റെ ഒരു ചിത്രം പ്രദർശിപ്പിക്കണം. ആ ചിത്രം എപ്രകാരമാ? ഗുരുവിൻ്റെ ഷഷ്ട്യാബ്ദ പൂർത്തിയിലെടുത്ത ഒരു ചിത്രമുണ്ട്. ആ ചിത്രം ഞങ്ങൾക്ക് മാർബിളിലാക്കിയിട്ട് തരണം. കരാറുറപ്പിച്ചു. എത്രയാ കരാറ് തുക? 16,000 രൂപയാ. പാറൻ 16,000 രൂപ കൊടുത്തു. അങ്ങനെ ശ്രീനാരായണ ഗുരുദേവന്റെ ചിത്രം ആ മാർബിളിൽ, ജയ്പൂരിൽ നിന്ന് വന്ന മാർബിളിൽ തീർക്കാൻ തീരുമാനമായി. പക്ഷേ ആ കൊണ്ടുവന്ന മാർബിള് രണ്ടായിട്ട് പിളർന്നുപോയി.
ഉടനെ പാർശ്വനാഥ മുഖർജി മനസ്സിലായി, ഞാൻ എത്രയോ മഹാരഥന്മാരുടെ മുഖചിത്രം ഉണ്ടാക്കിയിട്ടുണ്ട്, പ്രതിമ ഉണ്ടാക്കിയിട്ടുണ്ട്, അതുപോലുള്ളൊരു ചിത്രമല്ല ശ്രീനാരായണ ഗുരുദേവൻ്റേതെന്ന് ആ തെളിമയുള്ള ചിത്രകാരന്, കലാകാരന് മനസ്സിലായി. വീണ്ടും കരാറ് പുതുക്കി 12,000 രൂപയും കൂടെ തരണമെന്ന് പറഞ്ഞു. അങ്ങനെ 26,000 രൂപയ്ക്ക് കരാർ ഉറപ്പിച്ചിട്ട് അവരിങ്ങ് പോന്നു. ആ കലാകാരൻ മാസങ്ങളെടുത്തിട്ട് ഗുരുദേവൻ്റെ ചിത്രത്തിൻ്റെ മോൾഡ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇപ്പം ഇവിടെ ഗുരുദേവൻ്റെ വിഗ്രഹമുണ്ട്, അത് നമുക്കറിയാം ഒരു ശില്പി ഉണ്ടാക്കിയ മോൾഡിൽ നിന്നും ആരംഭിച്ചത്. ആ മോൾഡ് പോയിട്ട് നേതാക്കന്മാർ, ഭാരവാഹികളൊക്കെ കാണും, കൊള്ളാം, എൻ്റെ ഗുരുവിനെ പോലെ ഇരിക്കുന്നു, തുടർന്ന് നിർമ്മാണം നടത്താൻ അവർ പറയുമ്പോഴാണ് നമ്മുടെ ഈ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുന്നത്. മാസങ്ങളെടുത്തിട്ട് പാർശ്വനാഥ മുഖർജിക്ക് ശ്രീനാരായണ ഗുരുദേവൻ്റെ ചിത്രം നിർമ്മിക്കാൻ കഴിയുന്നില്ല, മോൾഡ് ഉണ്ടാക്കാൻ കഴിയുന്നില്ല. അവസാനം അദ്ദേഹത്തിന് മനസ്സിലായി, ഞാൻ ഇന്നുവരെയും നിർമ്മിച്ച ഒരു വിഗ്രഹം പോലെയല്ല, ഒരു പ്രതിമ പോലെയല്ല ഈ ഗുരുവിൻ്റെ വിഗ്രഹം എന്ന് പറയുന്നത്. എത്രയോ ദേവീദേവന്മാരുടെ വിഗ്രഹം ഞാൻ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്, ലോകം കണ്ട മഹാരഥന്മാരുടെ ചിത്രം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, അതുപോലൊരു ചിത്രമല്ല ശ്രീനാരായണ ഗുരുദേവൻ്റെതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിരാഹാര വ്രതമെടുത്തുകൊണ്ട് ഈ പറയുന്ന ശില്പി പാർശ്വനാഥ മുഖർജി എന്ത് ചെയ്തു? ഗുരുദേവനെ നമിച്ചുകൊണ്ട്, ഗുരുദേവനെ ധ്യാനിച്ചുകൊണ്ട്, അത് ഗുരുശിർക്കം ചൊല്ലിയിട്ടാവില്ല, നാരായണ മൂർത്തെ ചൊല്ലിയിട്ടാവില്ല, ദൈവദശകം ചൊല്ലിയിട്ടുമാവില്ല, പക്ഷേ ആ ഏകാന്തതയിൽ ഗുരുവിനെ മാത്രം ധ്യാനിച്ചുകൊണ്ട് ആ രാത്രി കഴിച്ചു കൂട്ടുമ്പോൾ രാത്രിയുടെ അന്ത്യയാമത്തിൽ എവിടെയോ ഞെട്ടി ഉണർന്നുവെന്ന്, സ്വപ്നദർശനം ലഭിച്ചു എന്ന് പാർശ്വനാഥ മുഖർജി പറഞ്ഞു. ശ്രീനാരായണ ഗുരുദേവനെ ഞാൻ നേരി കണ്ടു, എനിക്ക് ആ രൂപം മനസ്സിലായി, ഉടനെ എണീറ്റു. മാസങ്ങൾ ശ്രമിച്ചിട്ടുണ്ടാക്കാൻ കഴിയാത്ത ശ്രീനാരായണ ഗുരുദേവൻ്റെ വിഗ്രഹത്തിൻ്റെ മോൾഡ് മണിക്കൂറുകൾ കൊണ്ടുണ്ടാക്കി. രാവിലെ നേരം പുലർന്നപ്പോൾ ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു, തൻ്റെ അനുയായികളായ ശില്പികളെ വിളിച്ചിട്ട് പറഞ്ഞു, ശ്രീനാരായണ ഗുരുദേവൻ്റെ മോൾഡ് തയ്യാറായിരിക്കുന്നു. എത്ര അത്ഭുതമാ! ഭഗവാനുടെ മായ അഹോ വലുതെന്ന് ഗുരു പറയുമ്പോൾ ഇതാ ഭഗവാനുടെ മായ അഹോ വലുതായിട്ട് മാറിയിരിക്കുന്നു. ശ്രീനാരായണ ഗുരുദേവൻ്റെ ചിത്രത്തിൻ്റെ മോൾഡ് തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ആ മോൾഡുമായിട്ട് പിന്നെ ആ പ്രവർത്തനങ്ങൾ, ഗുരുദേവൻ്റെ വിഗ്രഹ നിർമ്മാണം അനശ്യൂതം മുന്നോട്ട് പോകാൻ ശിവഗിരിയിൽ നിന്ന് സന്യാസിമാർക്ക് കത്തെഴുതി. ശിവഗിരിയിൽ നിന്ന് സന്യാസിമാർ ചെന്ന് ഗുരുദേവൻ്റെ ആ വിഗ്രഹത്തിൻ്റെ മോൾഡ് കണ്ടു. ആ മോൾഡ് കണ്ടിട്ട് ശിവഗിരിയിൽ തിരിച്ചെത്തിയിട്ട് സന്യാസി വര്യന്മാർ പറഞ്ഞു, നമ്മുടെ ഗുരുദേവനിതാ കാശിയിൽ സുന്ദര പുരുഷനായി അതേ ചൈതന്യത്തിൽ നിലകൊള്ളുന്നു, നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് 7-8 മാസങ്ങൾ എടുത്തുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ്റെ വിഗ്രഹത്തിൻ്റെ രൂപീകരണത്തിലേക്ക് കടക്കുന്നത്. അത് രൂപീകരണത്തിൻ്റെ നാളുകളിലേക്ക് എത്തുമ്പോൾ പാർശ്വനാഥ മുഖർജി ഏകാന്തപതികനായി ജീവിക്കുകയാണ്. സർവ്വതവും സമർപ്പിച്ചുകൊണ്ട് ഒരേ ഒരു ലക്ഷ്യവും ഒരേ ഒരു മാർഗവും എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുദേവനാണെന്ന് സമർപ്പണം ചെയ്തുകൊണ്ട് ലോകത്തിൻ്റെ ആ കലാകാരൻ, ചിത്രകാരൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ ശില്പിയായി ഇവിടെ കഴിയുമ്പോൾ തൻ്റെ ഭാര്യയ്ക്കൊരു കത്തെഴുതി. സഹധർമ്മിണിയോട് പറഞ്ഞത് എന്താണെന്നറിയാമോ? എൻ്റെ ഈ നശ്വരമായ ശരീരം ഗുരുവിൽ പ്രാപിക്കാൻ പോകുക, എനിക്കിതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുവാൻ എനിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. അതിനു മുമ്പ് ഞാൻ ഗുരുവിൽ വിലയം പ്രാപിക്കും. അങ്ങനെ സംഭവിച്ചാൽ നീ എന്ത് ചെയ്യണം? ലോകത്തിലെ മികച്ച കലാകാരന്മാരെ, ശില്പികളെ കൊണ്ടുവന്ന് ഈ വിഗ്രഹം പൂർത്തീകരിക്കണമെന്ന് പാർശ്വനാഥ മുഖർജി ഭാര്യയ്ക്ക് കത്തെഴുതി. അതുപോലെ തന്നെ സംഭവിച്ചു. ആ ശ്രീനാരായണ ഗുരുദേവൻ്റെ വിഗ്രഹം പൂർത്തീകരിക്കുന്നതിന് തൊട്ടു മുമ്പായിട്ട് പാർശ്വനാഥ മുഖർജി ശ്രീനാരായണ ഗുരുദേവനിൽ വിലയം പ്രാപിച്ചു. മഹത്തായൊരു ജന്മമാണ്. അർജുനനോട് ഭഗവാൻ കൃഷ്ണൻ പറയുന്നത് പോലെ അന്ധകാലേച്ച മാമേവ സ്മരൻ മുക്വാ കളേബരം അഹപ്രയാതി സമദ്ഭാവം യാതിനാസ്തത്യ സംശയഃ. അർജുന, സംശയം തെല്ലും വേണ്ട, നീ എന്നെ പ്രാപിക്കും. എന്ത്? നീ എന്നെയാണ് സമർപ്പിച്ചിരിക്കുന്നതെങ്കിൽ, എന്നിലേക്കാണ് സമർപ്പിച്ചതെങ്കിൽ അത് സംഭവിക്കും. നമ്മൾ ഓർക്കുക, ഈ നാട്ടിൽ ഉൾപ്പെടെ ശ്രീനാരായണ ഗുരുദേവൻ്റെ ഗീതികയും വസന്തവും സൃഷ്ടിച്ച ശ്രീനാരായണ തീർത്ഥ സ്വാമിജി ഉണ്ട്. ഒരു തലമുറയ്ക്ക് മുമ്പുള്ളവർക്ക് ശ്രീനാരായണ തീർത്ഥ സ്വാമിജിയെ മറക്കാൻ കഴിയില്ല. കുളിസംഘം ഉണ്ടാക്കിക്കൊണ്ട് ഈ രാജ്യത്ത് മാറ്റമുണ്ടാക്കിയ ശ്രീനാരായണ തീർത്ഥ സ്വാമിജി ഈ രാജ്യത്തെ പട്ടിക വിഭാഗക്കാരനെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ അയ്യങ്കാളിയുടെ ഏക മകളുടെ ഭർത്താവായിട്ടുള്ള കേശവശാസ്ത്രിയെ കേരളത്തിൻ്റെ മുഖ്യധാരയിലേക്ക് പരിവർത്തനമായി കൊണ്ടുവന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ശ്രീനാരായണ തീർത്ഥ സ്വാമിജികൾ. ആ ശ്രീനാരായണ തീർത്ഥരാണ് ആദ്യമായിട്ട് ശ്രീനാരായണ ഗുരുദേവൻ്റെ വിഗ്രഹത്തിൻ്റെ കരാർ ഉറപ്പിക്കുന്നതിനായിട്ട് അങ്ങ് കാശിയിലേക്ക് പോയത്.
ആ കാശിയിൽ നിന്ന് വന്ന് ശ്രീനാരായണ ഗുരുദേവൻ അവസാന ശരീരസ്വരൂപനായിരുന്നപ്പോൾ അവസാനം കഴുതിയ ആ വൈദിക മഠമുണ്ടല്ലോ, ആ വൈദിക മഠത്തിൻ്റെ ഓരം ചേർന്ന് നിന്നുകൊണ്ടാണ് ഗുരുവെന്നെ വിളിക്കുന്നുവെന്ന് പറഞ്ഞ് ഒരു നിമിഷം കൊണ്ട് ആ ശരീരമില്ലാതെയായത്. കാരണം എന്താ? ഗുരുവിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിയ ഈ മഹാമനീഷികൾ, ഈ ഭക്തന്മാരുണ്ടല്ലോ, ചരിത്രത്തിൻ്റെ രേഖകളാണ്. അത് തെളിയിക്കുന്നത് ചരിത്രബോധമാണ്. ആ ചരിത്രത്തിൽ നിന്നുകൊണ്ട് ഇതാ ഈ ഗുരുവിനെ ഉപാസിക്കുന്നവർക്ക്, ഈ ഗുരുവിൻ്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവർക്ക് ഒരിക്കലും പരാജയം സംഭവിക്കില്ല എന്നുള്ളതിൻ്റെ പൂർണ്ണമായ ഉദാഹരണങ്ങളിൽ ഒന്നായിട്ട് എൻ്റെയും നിങ്ങളുടെയും മുമ്പിൽ ഇതാ ശ്രീനാരായണ തീർത്ഥര് മാറുമ്പോൾ ഇതാ പാർശ്വനാഥ മുഖർജിയും മാറിയിരിക്കുന്നു. പാർശ്വനാഥ മുഖർജിയുടെ ഭാര്യ ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ശിവഗിരിക്ക് കത്തെഴുതി ഇതാ ആ ഗുരുദേവ പ്രതിമയുടെ പൂർണ്ണതയിലേക്ക് എത്തിയിരിക്കുന്നു, നിങ്ങൾ വന്നേറ്റെടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഗീതാനന്ദ സ്വാമിജിയുടെ നേതൃത്വത്തിൽ 3 അംഗ സംഘം അങ്ങ് കാശിയിലേക്ക് ചെന്ന് ശ്രീനാരായണ ഗുരുദേവന്റെ വിഗ്രഹം ഏറ്റുവാങ്ങി. അതൊരു ലോറിയിലാക്കി. ഓർക്കുക, 40 ആളുകൾ പിടിച്ചിട്ടാ ഗുരുദേവന്റെ ആ വിഗ്രഹം എടുത്തിട്ട് ലോറിയിലേക്ക് വെച്ചത്. ക്രെയിൻ ഉപയോഗിച്ച് 40ഓളം ആളുകൾ ചേർന്നിട്ടാണ് ആ വിഗ്രഹം ലോറിയിലേക്ക് കയറ്റിയത്. ആ യാത്ര ഒരു മനുഷ്യ ജീവിതത്തിൽ ഞാനും നിങ്ങളും അനുഭവിക്കുവാനുള്ള ദുരവ്യഥകളും വേദനകളും, ആ വേദനകളെല്ലാം ഗുരുവിലേക്ക് സമർപ്പിച്ചാൽ എനിക്കും നിങ്ങൾക്കും എന്തു മാറ്റമുണ്ടാകുമെന്നുള്ളതിൻ്റെ 100 ഉദാഹരണങ്ങൾ കാണുന്ന ഒരു തീക്ഷ്ണമായ യാത്രയായിരുന്നു കാശിയിൽ നിന്ന് ശ്രീനാരായണ ഗുരുദേവന്റെ വിഗ്രഹവും പേറിക്കൊണ്ട് കേരളത്തിൻ്റെ മണ്ണിലേക്ക് നിരവധിയായ സംസ്ഥാനങ്ങളിലൂടെ കടന്നു വന്ന ആ യാത്ര എന്ന് പറയുന്നത്. ഒരു ലോറിക്കാരൻ 3500 രൂപയ്ക്ക് കരാർ ഉറപ്പിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുക, എനിക്ക് മുമ്പോട്ട് പോകാൻ ലൈസൻസ് ഇല്ല, കുഴഞ്ഞു. അത് മറ്റൊരു ലോറിയിലേക്ക് മാറ്റുകയും അവിടെയൊക്കെ ശ്രീനാരായണ ഗുരുദേവൻ ഉണ്ടാക്കിയ വലിയ അത്ഭുതങ്ങളെക്കുറിച്ചുമൊക്കെ വളരെ സവിസ്തരം ആ മഹാസമാധിയുടെ ചരിത്രകാരൻ എഴുതി വച്ചിട്ടുണ്ട്. അങ്ങനെ ലോറികൾ മാറിയുമൊക്കെ 1967 ഡിസംബർ മാസത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ വിഗ്രഹം ആ 67 നമ്മുടെ പാറന്റെ വസതിയിലേക്ക് കടന്നു വന്നു. പിറ്റേ ദിവസം കേരളത്തിലെ മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നു, ശ്രീനാരായണ ഗുരുദേവന്റെ മഹാസമാധിയിൽ പ്രതിഷ്ഠിക്കാനുള്ള പ്രതിമ ഇതാ നമ്മുടെ മണ്ണിലേക്ക് എത്തിയിരിക്കുന്നു. അന്നുമുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ ചെറുപ്പക്കാരെ പിന്തിരിപ്പിക്കുന്നവര് അവർ പറഞ്ഞു ഗുരുദേവന്റെ വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷിലും ഹിന്ദിയിലുമൊക്കെ ലേഖനം എഴുതി. പക്ഷേ കേരളത്തിൽ ഭാഗ്യത്തിന് നമ്മളാരും കണ്ടില്ല. അങ്ങനെ ആ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നതിന് വേണ്ടിയിട്ട് വലിയൊരു കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റിയുടെ ചെയർമാനായി പ്രവർത്തിച്ചത് ഞാനും നിങ്ങളും സംഘടനയിൽ പ്രവർത്തിക്കുമ്പോൾ മറക്കാൻ കഴിയാത്ത ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ആർ ശങ്കർ എന്നാണ്. ആ ശങ്കർ സാർ ചെയർമാനായിട്ടൊരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് നമ്മുടെ സ്വാമിമാരോട് പോയിട്ട് പറഞ്ഞു, ഇതിങ്ങോട്ടേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് അഖിലേന്ത്യാ തലത്തിലൊരു കമ്മിറ്റി ഉണ്ടാക്കണം. ആ കമ്മിറ്റിക്ക് പ്രവർത്തിക്കാൻ ഇച്ചിരി പണം വേണം, ശിവഗിരിയിലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എത്ര വേണം? ഒരു 13 ലക്ഷം രൂപ വേണം എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരുപാട് കോടിയാണ്. ഉടനെ സ്വാമിമാർ പറഞ്ഞു ഓട്ടക്കാരുടെ മാത്രമേ ഉള്ളൂ. നമ്മുടെ തിലകം പറയുന്നതോലോ പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ സമ്പാദ്യമൊന്നുമില്ല. ശങ്കർ സാറ് കമ്മിറ്റി ഉണ്ടാക്കി എന്നെയും നിങ്ങളെയും ഇങ്ങനെ കാണുന്ന തലത്തിലേക്ക് സംഘടനാ ദൗത്യം പേറി ഏൽപ്പിച്ച ആളാണ് ശങ്കർ സാർ എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്നും നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. നമ്മുടെ കർമ്മരംഗത്തുനിന്ന് സമസ്ത അധികാരങ്ങളും നഷ്ടപ്പെടുകയാണ്. എന്നെയും നിങ്ങളെയും ഗുരു വളർത്തിയത് വാടാപ്പുറം ബാവയിലൂടെ പറഞ്ഞു, വാവേ നീ തൊഴിലാളിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് തൊഴിലാളിക്ക് വേണ്ടി സംഘടന ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. ദൈവദശകം പേറുന്ന, ഗുരുസ്തവം പേറുന്ന, ഗുരുഷട്കം പേറുന്ന നമ്മളോട് പറഞ്ഞു, സമൂഹത്തിൽ അതിജീവനത്തിന് വേണ്ടത് കൂട്ടായ്മയുടെ ഏകതയുടെ സ്വര. ആ കൂട്ടായ്മയുടെയും ഏകതയുടെയും സ്വരം ശ്രീനാരായണ ദർശനത്തോടെ മനസ്സിലാക്കിയ ആളാണ് ശങ്കർ സാർ എന്ന് പറയുന്നത്. ആ ശങ്കർ സാർ കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 1967 ഡിസംബർ മാസം 21 പാറൻ്റെ ആ മഹത്തായിട്ടുള്ള ഷൊർണൂരിലെ ഭവനത്തിൽ നിന്ന് ശ്രീനാരായണ ഗുരുദേവന്റെ വിഗ്രഹവും പേറിക്കൊണ്ടുള്ള ഘോഷയാത്ര ശിവഗിരിയുടെ മണ്ണിലേക്ക് ആരംഭിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രത്തിൽ ഇന്നുവരെയും കാണാത്ത, കേരളത്തിൻ്റെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരു ഘോഷയാത്രയായിട്ടാണ് ചരിത്രകാരന്മാർ ശിവഗിരിയിലേക്കുള്ള ശ്രീനാരായണ ഗുരുദേവന്റെ വിഗ്രഹവും പേറിക്കൊണ്ടുള്ള ആ ഘോഷയാത്രയെക്കുറിച്ച് പറയുന്നത്.
അത് വന്ന് പ്രദേശങ്ങളിൽ ഓർക്കുക, ഏതാണ്ട് 10-ൽ പരം ദിവസങ്ങൾ എടുത്തുകൊണ്ട് കേരളത്തിൻ്റെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരു ഘോഷയാത്ര അങ്ങ് ഷൊർണൂരിൽ നിന്ന് ആരംഭിച്ചു, തൃശ്ശൂരിലൂടെ വന്നു. തൃശ്ശൂർ പൂരത്തേക്കാൾ വലിയ ജനാരവം ആ തൃശ്ശൂരിൻ്റെ മണ്ണിൽ കൂടി. അങ്ങനെ ആലുവയും കഴിഞ്ഞ് ചേർത്തലയും കഴിഞ്ഞ് കടന്ന് കൊല്ലത്ത് ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരു കൂട്ടായ്മയായി ആ തീർത്ഥാടനം മാറിയപ്പോൾ മുമ്പിൽ ഒരു കാറിലൊരു മനുഷ്യനുണ്ടായിരുന്നു. ആ കാറിലുണ്ടായിരുന്ന മനുഷ്യൻ്റെ പേര് MP മൂത്തേടമെന്നായിരുന്നു. ആരോടും പകയില്ലാതെ പരിഭവമില്ലാതെ ഗുരുദേവന്റെ ഉപാസകൻ എങ്ങനെയായിരിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ലോകമുള്ള കാലത്തോളം പഠിക്കുവാൻ, ഗുരുദേവന്റെ ഭക്തൻ ഇങ്ങനെയായിരിക്കണമെന്ന് പഠിപ്പിക്കാൻ കഴിയുന്ന പാറൻ അതിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരുന്ന് മുന്നോട്ട് വന്നു. അങ്ങനെ 1967 ഡിസംബർ മാസം 30-ാം തീയതി തിരുവനന്തപുരത്തിൻ്റെ മണ്ണിലേക്ക് ശ്രീനാരായണ ഗുരുദേവന്റെ വിഗ്രഹം എത്തി. ആ 31-ാം തീയതി ഞെക്കാട് എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് അവിടെ മുതൽ ലാസ്റ്റ് വരെ ഉള്ള സ്ഥലം വരെ വലിയ ജനാരവുണ്ടായി. രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ, സമുദായ വ്യത്യാസമില്ലാതെ, സാംസ്കാരിക വ്യത്യാസമില്ലാതെ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക ഭൂപടം ആ തിരുവനന്തപുരത്ത് വർക്കല കുന്നിലേക്ക് കടന്നു വന്നു. മുമ്പിൽ അനൗൺസ് ചെയ്ത ഒരാളുടെ പേര് പറയുമ്പോൾ മനസ്സിലാവും അതിൻ്റെ കനമെന്തായിരുന്നുവെന്ന്. KPCCയുടെ പ്രസിഡന്റും കേരളത്തിൻ്റെ മന്ത്രിയുമൊക്കെ ആയിരുന്ന CV പത്മരാജനുണ്ട്. CV പത്മരാജനും വക്കം പുരുഷോത്തനുമൊക്കെ അനൗൺസ് ചെയ്യുകയാണ്, ശ്രീനാരായണ ഗുരുദേവന്റെ വിഗ്രഹം ഇതാ ഈ വീതിയിലൂടെ കടന്നു വരുന്നു. അങ്ങനെ രാഷ്ട്രീയ സമൂഹം സാംസ്കാരിക സമൂഹമെല്ലാം ഒന്നു ചേർന്ന് ശിവഗിരിയുടെ മണ്ണിലേക്ക് ആ മഹത്തായ വിഗ്രഹം ഏറ്റുവാങ്ങി. അങ്ങനെ 1968 ജനുവരി മാസം 1-ാം തീയതി രാവിലെ ലോകത്തിൻ്റെ ചൈതന്യ പ്രവാഹമായി ആ ശ്രീനാരായണ ഗുരുദേവന്റെ വിഗ്രഹത്തെ ശിവഗിരിയുടെ മണ്ണിൽ പ്രതിഷ്ഠാപനം ചെയ്തു. ആ ചൈതന്യത്തിൻ്റെ മുന്നിലേക്ക് കടന്നു വന്ന വഴികളെടുത്ത് പരിശോധിക്കുമ്പോൾ അവിടെ എല്ലാം കഴിയുന്നത് എന്താണ്? ആ ഗുരുവിൻ്റെ വിഗ്രഹത്തിൻ്റെ പൂർണ്ണത ലോകത്തിൻ്റെ കൈലാസമായ, ലോകത്തിൻ്റെ വൈകുണ്ഠമായ ശിവഗിരിയുടെ മണ്ണിൽ പ്രതിഷ്ഠിച്ചപ്പോഴുണ്ടായ മാറ്റമാണ് ഇന്ന് എൻ്റെയും നിങ്ങളുടെയും മാറ്റമെന്ന് പറയുന്നത്. ഈ കാണുന്ന ക്ഷേത്രമുണ്ടാക്കുന്ന മാറ്റമെന്ന് പറയുന്നത് അപ്രകാരമാണ്. ശ്രീനാരായണ ഗുരുദേവൻ സ്വശരീരനായിരുന്നപ്പോൾ ഗുരുദേവന്റെ വിഗ്രഹം ശ്രീനാരായണ ഗുരുദേവന്റെ അനുമതിയോടുകൂടി തന്നെ മലയാളക്കരയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ആ വിഗ്രഹത്തെ നമസ്കരിച്ചവർക്കുണ്ടായത് ജീവിതത്തിൻ്റെ സമസ്ത പ്രശ്നങ്ങളിൽ നിന്ന് പരിഹാരമായിരുന്നുവെങ്കിൽ ഇന്നിതാ അത് അനസ്യൂതം മുന്നോട്ട് പോയിരിക്കുന്നു. ആ മുന്നോട്ട് പോകുന്നതിൻ്റെ കൂടിച്ചേർക്കലാണ് 1928 ജനുവരി മാസം 16-ാം തീയതി എൻ്റെയും നിങ്ങളുടെയും മുമ്പിൽ വന്നുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ നൽകിയ ആ ശിവഗിരി തീർത്ഥാടന സന്ദേശമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ വിദ്യാഭ്യാസത്തെ കരംഗ്രഹിക്കുവാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ ശ്രീനാരായണ ഗുരുദേവനെ ദർശിക്കുന്നതിന് വേണ്ടിയിട്ട് ആ മഹാകൈലാസഭൂമിയിലേക്ക് സ്വർഗത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. കാരണം എന്താ, നമ്മുടെയൊക്കെ ജീവിതം ഇത്രയേ ഉള്ളൂ അല്ലേ? 5 വിദ്യാർത്ഥികൾ ഒരുവൻ്റെ അമ്മ മകനോട് പറഞ്ഞു, മോനെ ഇന്ന് സിനിമ കാണാൻ പോവണ്ടടാ, കാര്യം എന്താ മഴയുണ്ടല്ലോടാ, നീ വീട്ടിലിരിക്കാൻ പറഞ്ഞപ്പോൾ കൂട്ടുകാരൊക്കെ ഉണ്ടമ്മേ ഞാനും പോവാന്ന് പറഞ്ഞ് ആ 17-18 വയസ്സുകാരൻ നമുക്കറിയാം എന്നെയും നിങ്ങളെയും വിട്ടുപോയപ്പോൾ, ആ 6 മക്കളും വിട്ടുപോയപ്പോൾ നാം ആർത്തളിച്ചു. ഇത്രയേ ഉള്ളൂ ജീവിതമെന്ന് പറയുന്നത്. അവിടെ നിനക്കുണ്ടാകേണ്ട വിദ്യാഭ്യാസം എന്താ? അത് തിരിച്ചറിവിൻ്റെ, നേരറിവിൻ്റെ വിദ്യാഭ്യാസമാ. അതുണ്ടാകുമ്പോൾ അഹന്ത ഇല്ലാതെയായി മാറും, ഞാനെന്ന ഭാവമില്ലാതെയായി പോകും. മസില് പിടിക്കാതെ ചേർത്ത് പിടിക്കരാ മറ്റുള്ളവരെയും ഈ സമൂഹത്തെയും. നിന്റെ സമ്പത്ത് അതിനുള്ളതാണ്, നിന്റെ കാരുണ്യം അതിനുള്ളതാണ്, നിന്റെ ഈ വിദ്യാഭ്യാസം അതിനുള്ളതാ. അത് തിരിച്ചറിവിൻ്റെ വിദ്യാഭ്യാസ. അല്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് ഒരു ഡോക്ടർ മരിച്ചപ്പോൾ എഴുതി വെച്ചു, MD-കാരൻ ഡോക്ടർ എഴുതി വെച്ചു, ഭാര്യയും MD-കാരനാ, ഒറ്റപ്പെട്ടത് കൊണ്ട് ജീവിതം അവസാനിപ്പിക്കുക. ഇതിനുള്ളതല്ല പോസ്റ്റ് ഗ്രാജുവേഷൻ എന്ന് പറയുന്നത്. വലിയ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസമുള്ള നിന്റെ ഈ ജീവിതം എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും ഒരു മുറിയിലിരുന്നു കൊണ്ട് വേറെ ലോകങ്ങളുടെ അഗ്രഹാരങ്ങളിലേക്ക് പോവാനുള്ളതല്ല. അവിടെ തിരിച്ചറിവിൻ്റെ വിദ്യാഭ്യാസമായി നിന്റെ PhD മാറണം. അതെന്ത് വേണം? ഈ അനുകമ്പയുടെ വിദ്യാഭ്യാസമുണ്ട്, ഗൃഹാതുരതയുള്ള ശ്രീനാരായണ ഗുരുദേവന്റെ സത്യദർശനമുണ്ട്. ആ തിരിച്ചറിവിൻ്റെ വിദ്യാഭ്യാസം
നീ നെഞ്ചിൽ പേറാനായിട്ട് കഴിയണം. അവിടെ നിനക്ക് എന്തുണ്ടാവും? നിനക്ക് ശുചിത്വമുണ്ടാവും. നീ കാണുന്ന കുളിച്ചു കുട്ടപ്പനാകുന്ന ഈ ശുചിത്വത്തിനപ്പുറത്തുള്ള നിന്റെ ആന്തരികമായ ശുചിത്വമുണ്ട്. ഈ പഞ്ചേന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുവാൻ കഴിയുന്ന, നിന്റെ അതരത്തെയും ഹൃദയത്തെയും നിയന്ത്രിച്ചുകൊണ്ട് ഞാനും നിങ്ങളും ഒരേ ചൈതന്യമാണെന്ന തിരിച്ചറിവോടുകൂടി പരസ്പരം ചേർത്ത് പിടിക്കുവാൻ കഴിയുന്ന, വിവേചനമില്ലാത്ത പേരൂരു തൊഴിൽ ഈ മൂന്നും പോരും ആയത് കേൾക്കുക, ആര് നീ എന്ന് കേൾക്കേണ്ട, നേര് മെയ് തന്നെ ചൊൽകയാലെന്ന് പറയുന്ന ശുചിത്വമുണ്ട്. ആ ശുചിത്വത്തിലേക്ക് നീ വളരും. അവിടെ വിദ്യാഭ്യാസവും ശുചിത്വവുമാകുമ്പോൾ യഥാർത്ഥ ഈശ്വരഭക്തിയിലേക്ക് നാം അടുത്തു ചേരും. അതിനെന്ത് ചെയ്യണം? ഈ ഗുരുവിൻ്റെ മുമ്പിലേക്ക് വന്ന് തപിക്കുന്ന മക്കൾ സൃഷ്ടിക്കപ്പെടുക. ഇനിയും 365 ദിവസം ഉണ്ടല്ലോ 33ാമത് കൺവെൻഷനിലേക്ക് വരാൻ. ആ കൺവെൻഷനിലേക്ക് വരുന്നതിന് മുമ്പ് ഇരിക്കുന്ന മാതാപിതാക്കളെ ചോദിക്കുകയാണ്, ഈ പുതുപ്പള്ളിയുടെ ഹൃദയത്തിൽ വന്നിട്ട്, ഈ ഗുരുദേവ ക്ഷേത്രത്തിലേക്ക് വന്നിട്ട് ഭാര്യയെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഭർത്താവും ആ ഭാര്യയോടും ഭർത്താവിനോടുമൊക്കെ മക്കളും ചേർന്നുകൊണ്ട് ഓം ബ്രഹ്മണേ മൂർത്തിമതേ സിതാനാം ശുദ്ധിഹേതവേ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ എന്ന് ചൊല്ലാൻ കഴിയുന്ന എത്ര കുടുംബങ്ങൾ ഈ മണ്ണിൽ സൃഷ്ടിക്കപ്പെടുന്നുവെന്ന് ചോദിക്കുമ്പോഴാണ് നമ്മളിലെ ഈശ്വരഭക്തി ആയിരിക്കുന്ന മഹാശിവഗിരിക്കുന്നിലെ പ്രതിമയിൽ നിന്ന് ആ നാഗമ്പടത്തെ ചൈതന്യഭൂമിയിലെ ശാസ്ത്രീയ തീർത്ഥാടനത്തിലൂടെ ജീവിതത്തിന്റെ സമസ്ത രംഗങ്ങളെയും പ്രോജ്വലിപ്പിക്കുന്ന ഭക്തിയുടെ രസാനുഭവങ്ങളിലേക്ക് വളരുക എന്ന് തിരിച്ചറിയണം. അവിടെ നമുക്ക് എന്തുണ്ടാവും? യോജിപ്പുണ്ടാവും, കൂട്ടായ്മയുണ്ടാവും. പരസ്പരം വിദ്വേഷവും പകയുമല്ല സംഘ എന്ന് പറയുന്നത്. അത് ആത്മചേതനയാണ്, ഇഴയെടുപ്പമുള്ള ബന്ധമാണെന്നുള്ള സംഘബോധത്തിന്റെ ഗരിമ നമുക്കുണ്ടാവും. അവിടെ നിന്ന് നമുക്ക് കൃഷി ഉണ്ടാവാം, അവിടെ നിന്ന് നമ്മുടെ പ്രസിഡന്റിന്റെ കച്ചവടം ഉണ്ടാവാം, അവിടെ നിന്ന് നമുക്ക് മറ്റെല്ലാം ഉണ്ടാകാം, കൈത്തൊഴിലുണ്ടാവാം, ശാസ്ത്ര സാങ്കേതിക പരിശീലനം ഉണ്ടാവാം. അങ്ങനെ തിരിച്ചറിവിന്റെ നേയയാത്രയിലേക്ക് ഞാനും നിങ്ങളും പോയില്ല എങ്കിൽ എൻ്റെ ഗുരുവിൻ്റെ സവിധത്തിന്റെ ശിവഗിരിക്കുന്നിനെയും എൻ്റെ നാഗമ്പടത്തിനെയും ഈ ഗുരുവർത്ത ആ വലിയ സൗധങ്ങളെയും നമുക്ക് തിരിച്ചറിയാതെ പോകും. നമ്മുടെ കാഴ്ചയിൽ നിന്ന് നമുക്കെല്ലാം നഷ്ടപ്പെട്ടു മാറുമെന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല. അധികാര കേന്ദ്രത്തിലും ഭൗതിക സമസ്ത രംഗത്തും ആത്മീയതയുടെ രഹസ്യരംഗത്തും ഈ ഗുരുവല്ലാതെ, ഈ മഹത്തായ ചിന്തയല്ലാതെ മറ്റൊന്നുമില്ല എന്നുള്ള തിരിച്ചറിവിൽ ഞാൻ ആദ്യം സ്മരിക്കേണ്ടതും എൻ്റെ ചിന്തയിൽ അഹമികയായി എപ്പോഴും നിറഞ്ഞു നിൽക്കേണ്ട പ്രകാശദീപം ഉണ്മയെന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുദേവനാണെന്ന് പാടിപ്പതിയാൻ കഴിയുന്ന ഹൃദയങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ചിന്തയിൽ ഗുരുദേവന്റെ കൃതികളും ഗുരുദേവന്റെ സത്യദർശനവും പഠിച്ചുകൊണ്ട് ഇതിൽ പരം മറ്റൊന്നുമില്ല, നമിക്കുവിൻ സഹചരേ നിയതമി ഗുരുപദം, നമുക്കിതിൽ പരം ദൈവം നിനക്കിലുണ്ടോ, ഗുരുവര്യൻ ഇതുപോലെ ലഭിക്കുമോ കുലത്തിന്, ഗുരുഭക്തി ഇല്ലാതാർക്കും കുശലമാമോ. ആ ചിന്തയിൽ എൻ്റെ പ്രാപ്യസ്ഥാനമായ നാഗമ്പടത്തിലേക്ക് ഫെബ്രുവരി 5-ാം തീയതി നമുക്ക് താലപ്പൊലിയുമായിട്ട് പോവാം. നമുക്ക് നമ്മുടെ തീർത്ഥഗോപുരങ്ങളെ തിരിച്ചറിയാം. അങ്ങനെ സ്വതന്ത്ര സമുദായമായി നിന്നുകൊണ്ട് ആരുടെയും മുമ്പിൽ ഓച്ചാനിരിക്കുവാനും കുഞ്ഞു നിൽക്കുവാനും ഉള്ളതല്ല ഈ ജീവിതം എന്ന് പറയുന്നത്. എവിടെയും നട്ടെല്ല് നിവർത്തുവാനുള്ളതാണെന്ന് പഠിച്ചുകൊണ്ട് പുതിയൊരു കർമ്മരംഗത്തെ കണ്ടുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ വിഭാവന ചെയ്തതുപോലെ ലൈഫ് ഈസ് എ ലൈഫ് ലോങ് സെലിബ്രേഷൻ. ജീവിതം എന്ന് പറയുന്നത് ജീവിതാവസാനം വരെയും നിലനിൽക്കുന്ന ആനന്ദ ഘനാബ്ദിയാണെന്ന് അനുഭവിക്കുവാൻ ഈ വെളിച്ചങ്ങളിലൂടെ കഴിയട്ടെ. വെളിച്ചം പരക്കട്ടെ, വെളിച്ചം പരക്കട്ടെ, വെളിച്ചം പരക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനി നിങ്ങളെ ഇരുട്ടിലേക്ക് കൊണ്ടുപോകുന്നില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. നന്ദി, നമസ്തേ. ധർമ്മം ജയിക്കട്ടെ.